വചനങ്ങൾ ധ്യാനിപ്പാണ്ടക്കവണ്ണം നമുക്കൊരുങ്ങാം. താങ്ക് യു ലോർഡ് ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. സ്തോത്രത്തോടെ സ്തുതിയോടുകൂടെ കർത്താവിൻ്റെ വചനങ്ങൾ നമുക്ക് ഏറ്റെടുക്കാം. ആരൊക്കെ റെഡിയായിരിക്കുന്നു? ഹല്ലേലൂയ. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം വായിക്കാം. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം. மேலும் தேவனுடைய புத்திரர் வெளிப்படுவதற்கு சிருஷ்டியானது மிகுந்த ஆவலோടെ காத்து கொண்டிருக்கிறது. ഓക്കെ, സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. എന്താണ് സൃഷ്ടി? നമ്മുടെ ചുറ്റും ധാരാളം സൃഷ്ടികളെ നമുക്ക് കാണാം. നമ്മൾ ഉൾപ്പെടെ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. വി ആർ ക്രിയേഷൻസ് ഓഫ് ഗാഡ്. God alone is our creator. ദൈവം സൃഷ്ടാവും നമ്മൾ സൃഷ്ടികളുമാണ്. ഹല്ലേലൂയ. ഈ സൃഷ്ടികൾ എന്തിന് കാത്തിരിക്കുന്നു? ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. എന്തിനെ കാത്തിരിക്കുന്നു? ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ. എന്തിൻ്റെ വെളിപ്പാടിനെ? ദൈവപുത്രന്മാർ, സൺസ് ഓഫ് ഗോഡ്, ദൈവപുത്രന്മാർ വെളിപ്പെടണമെന്ന് കാത്തിരിക്കുകയാണ്. ദൈവപുത്രന്മാർ എവിടെ നിന്ന് വെളിപ്പെടും? യേശുവിനെ കുറിച്ച് വചനത്തിൽ പറയുന്നു ദൈവപുത്രൻ. ആദാമിനെ കുറിച്ച് വചനത്തിൽ പറയുന്നു ദൈവത്തിൻ്റെ പുത്രൻ, ദൈവത്തിൻ്റെ മകൻ. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിലും അനേക ദൈവപുത്രന്മാരെ കുറിച്ച് നമുക്ക് കാണാം. പക്ഷെ അവർ പാപം ചെയ്തു. ദൈവത്തിന് വ്യസനമുണ്ടാക്കുന്ന രീതിയിൽ അവർ പ്രവർത്തിച്ചു. എന്നാൽ ഇനിയും അനേക ദൈവപുത്രന്മാർ വെളിപ്പെടണം എന്നൊരു കാത്തിരിപ്പ് സർവസൃഷ്ടികൾക്കുമുണ്ട്. സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, ഭൂമിക്കുണ്ട്, സമുദ്രത്തിനുണ്ട്, വൃക്ഷങ്ങൾക്കുണ്ട്. ഈ ചുറ്റും കാണുന്ന എല്ലാ സൃഷ്ടികൾക്കും ഒരു കാത്തിരിപ്പുണ്ട്. ദൈവപുത്രന്മാർ വെളിപ്പെടണം. ദൈവപുത്രൻ വെളിപ്പെടണമെന്നല്ല, ദൈവപുത്രന്മാർ വെളിപ്പെടണം. ഈ ദൈവപുത്രന്മാർ എവിടെ നിന്ന് വെളിപ്പെടും? ഇവിടെ ദൈവപുത്രന്മാരുണ്ടോ? ദൈവപുത്രന്മാർ മാത്രം ഒന്ന് കൈ ഉയർത്തിക്കേ. ആമേൻ, ഹല്ലേലൂയ. ശരി, യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം. ലൈവിൽ ഓൺലൈനിൽ ഇരിക്കുന്നവരെല്ലാം നിങ്ങളുടെ അറ്റൻഡൻസ് രേഖപ്പെടുത്തൂ. നിങ്ങൾ ആരാണെന്നൊക്കെ അറിയാൻ ഒരു ആമേൻ ഇടൂ, അല്ലെങ്കിൽ ഒരു പ്രൈസ് ദി ലോർഡ് ഇടൂ. എന്തെങ്കിലും ഒരു അടയാളം തന്നാൽ എനിക്ക് മനസ്സിലാകും ആരൊക്കെ ഓൺലൈനിലുണ്ടെന്ന്. ഓക്കെ, ശരി. ആമേൻ്റെ സ്പെല്ലിംഗ് ഞാൻ പറഞ്ഞുതരാം. AMEN. എന്തിനാണ് സ്പെല്ലിംഗ് പറയുന്നതെന്ന് പറഞ്ഞാൽ സ്പെല്ലിങ്ങിൻ്റെ പ്രോബ്ലം ധാരാളം പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ മെസ്സേജിന് മസാജ് എന്ന് എഴുതിയിരുന്നു. അടുത്ത് പാസ്റ്ററിന് പേസ്റ്റർ എന്നാണ് എഴുതുന്നത്. പേസ്റ്റർ, PASTER. പേസ്റ്ററിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ പേസ്റ്റ് ആക്കുന്ന ആളെന്നാണ്. ഇവിടെ എനിക്ക് മെസ്സേജ് അയക്കുന്ന ധാരാളം ആളുകൾ താങ്ക് യു പേസ്റ്റർ എന്നാണ് മെസ്സേജ് അയക്കുന്നത്. സ്പെല്ലിംഗ് കറക്റ്റാണ്, PASTOR. പേസ്റ്റ് ആക്കുന്ന ആളല്ല ഞാൻ. ചിലപ്പോൾ പേസ്റ്റ് ആക്കും. ഓക്കെ, ഫൈൻ. അറ്റൻഡൻസസ് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദൈവമക്കളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഓൺലൈനിൽ മൊബൈൽ ഓൺ ചെയ്ത് വെച്ചിട്ട് ആരും ഉറങ്ങുന്നില്ല എന്ന് വിശ്വസിക്കുന്നു. സ്തുതിയോടെ സ്തോത്രത്തോടുകൂടെ ഇടയ്ക്കിടയ്ക്ക് പ്രൈസ് ദി ലോർഡ് ആമേൻ ഇട്ടോളൂ. ഓക്കെ, കിടന്നാരും വചനം കേൾക്കണ്ട, എഴുന്നേറ്റിരുന്ന് സ്തുതിയോടെ സ്തോത്രത്തോടെ വചനം കേട്ടോളൂ. ഫൈൻ. പല സ്ഥലങ്ങളിലിരുന്ന് തിരുവനന്തപുരം, തിരുപ്പൂർ, കുവൈറ്റ്, വിനിതയ സ്ഥലം RLY മൊഴി, ചെന്നൈ, മാൾട്ട, ദേവി സുമ. ഏത് സ്ഥലമാണെന്ന് എനിക്കറിയില്ല. സ്ഥലം ഇടാൻ പറ്റുമെങ്കിൽ സിസ്റ്റർ ഇട്ടോളൂ. ഓക്കെ, ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിൽ, കൊല്ലം, ബാംഗ്ലൂർ, ഓക്കെ, പല സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ദൈവത്തിൻ്റെ മക്കൾ ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നു. ആമേനും പ്രൈസ് ദി ലോർഡും ഇടാത്തവർ ഉറങ്ങിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ശരി, ഹല്ലേലൂയ. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവർ
ഇവിടെ ലൈവായിട്ട് നിങ്ങൾ പ്രൈസ് ദി ലോർഡ് ആമേൻ പറഞ്ഞ് ദൈവത്തിന്റെ വചനം ഏറ്റെടുക്കണം. ആമേൻ, ഹല്ലേലൂയ. ഇവിടെ കുറച്ച് ചെയർ ഒഴിഞ്ഞിട്ടുണ്ട്. എത്രയും വേഗം ഈ ചെയർ ഫില്ലാകണം. പുറത്തു പോയവരാണെന്ന് വിചാരിക്കുന്നു. കുട്ടികൾ പ്രത്യേകിച്ചും സ്തുതിയോടെ സ്തോത്രത്തോടെ വചനം കേൾക്കണം. ഓക്കെ, ആരെങ്കിലും പുറത്തു പോകണമെങ്കിൽ എൻ്റെ പെർമിഷൻ ഇല്ലാതെ പുറത്തു പോകരുത്. ഓക്കെ, ആർ യു റെഡി? ഒന്ന് സ്ട്രോങ് ആയിട്ട് പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ, ആർ യു റെഡി? ഓക്കെ, ഇത് നിങ്ങൾക്കെല്ലാം കാണിച്ചു തരുന്നതാണ്. ഈ രീതിയിലാണ് യെസ് പറയാനുള്ള ഒരു പ്രാക്ടീസ് VBC കൊടുത്തിരിക്കുന്നത്. ശരി, കം ബാക്ക് ടു ദ വേർഡ് ഓഫ് ഗാഡ്. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം. ദൈവത്തിൻ്റെ പുത്രൻ ആരെന്നുള്ളതിനെയാണ് നാം ചിന്തിക്കുന്നത്. ദൈവപുത്രൻ എങ്ങനെയാണ് വെളിപ്പെടേണ്ടതെന്നാണ് ചിന്തിക്കുന്നത്. അവനെ കൈക്കൊണ്ട്, ആ ബലൂൺ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റുമോ? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ആരെ കൈക്കൊണ്ട്? യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ. ദൈവമക്കൾ എന്ന് പറയുമ്പോൾ ചിൽഡ്രൻ ഓഫ് ഗോഡ്. ഒറ്റയ്ക്കൊറ്റയ്ക്ക് പറഞ്ഞാൽ സൺ ഓഫ് ഗോഡ്, ദൈവപുത്രനാകുവാൻ അവൻ അധികാരം കൊടുത്തു. വിശ്വാസം, യേശുവിലുള്ള വിശ്വാസം, വചനത്തിലുള്ള വിശ്വാസം നമ്മെ എന്താക്കുന്നു? ദൈവത്തിൻ്റെ പുത്രനാക്കുന്നു. ബലൂൺ കട്ട് ചെയ്യുന്നത് നിങ്ങൾ നോക്കണ്ട, എന്നെ നോക്കിക്കൊണ്ടിരുന്നോളൂ. ഹല്ലേലൂയ. ഇനി ബലൂൺ കട്ട് ചെയ്ത് തീരുന്നവരെ A to Z അതിൽ നോക്കിക്കൊണ്ടിരിക്കരുത്. ഇവിടെ 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 ശ്രദ്ധിച്ചിരിക്കും. ഹല്ലേലൂയ. അപ്പോ യേശുവിലുള്ള വിശ്വാസം ആർക്കെല്ലാം ഉണ്ട്? അപ്പോൾ നമ്മൾ ദൈവപുത്രന്മാരാണ്, ദൈവമക്കളാണ്. ദൈവം ദൈവപുത്രന്മാരെ പുറത്തു നിന്ന് കൊണ്ടുവരാനല്ല നോക്കുന്നേ, നമ്മെ തന്നെ കർത്താവ് ദൈവപുത്രന്മാരായി രൂപാന്തരപ്പെടുത്തുകയാണ്. നമ്മെ തന്നെ കർത്താവ് ദൈവപുത്രന്മാരായി എഴുന്നേൽപ്പിക്കുകയാണ്. നമ്മിൽ ഒരു ദൈവപുത്രൻ പുറത്തു വരുവാൻ, വെളിപ്പെടുവാനാണ് കർത്താവ് നമ്മെ വചനത്താലും പരിശുദ്ധാത്മാവിനാലും വഴി നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. നമ്മിൽ ഒരു ദൈവപുത്രൻ വെളിപ്പെടണം. അടുത്തിരിക്കുന്നവർ കൈകൊടുത്ത് പറഞ്ഞേ, നമ്മിൽ ഒരു ദൈവപുത്രൻ വെളിപ്പെടണം. അഗൈൻ, നമ്മിൽ ഒരു ദൈവപുത്രൻ വെളിപ്പെടണം. വിശ്വസിപ്പിൻ, ആഗ്രഹിപ്പിൻ, നമ്മിൽ ഒരു ദൈവപുത്രൻ വെളിപ്പെടണം. ഹല്ലേലൂയ. ജഡീക മനുഷ്യൻ വെളിപ്പെടണ്ട, ലോക മനുഷ്യൻ വെളിപ്പെടണ്ട, പിശാചിന്റെ അടിമത്തത്തിലിരിക്കുന്ന ഒരു മനുഷ്യൻ വെളിപ്പെടണ്ട. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലുള്ള വചനത്തിന്റെ വെളിച്ചത്തിൽ നടക്കുന്ന ഒരു ദൈവപുത്രൻ നമ്മിൽ വെളിപ്പെടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കെ, നല്ലൊരു ദൈവപുത്രനെ യേശുവിൽ നമുക്ക് കാണാം. യേശു ഒരു പ്യുവർ ദൈവപുത്രനായി വെളിപ്പെട്ടു. വേഷത്തിൽ മനുഷ്യനായി ദാസരൂപമെടുത്ത് താണിറങ്ങി വന്നുവെങ്കിലും യേശുവിൽ നമുക്കൊരു ദൈവപുത്രനെ കാണാം. യേശുവിനെ പോലെ ആകുവാൻ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. യേശുവെ പോലെ ആകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ, ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. യേശുവെ നോക്കി ജീവിപ്പാൻ, ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. ഉറപ്പിക്കന്നെയൻ നിറയ്ക്കയെന്നെ ശുദ്ധാത്മാ, ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാം. ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ
മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ക്രിസ്തുവിന്റെ മഹത്വത്താൽ നമ്മൾ മുറ്റും നിറഞ്ഞ് ശോഭിക്കണം. എങ്ങനെ ശോഭിക്കണം? ക്രിസ്തുവിന്റെ മഹത്വത്താൽ. ഇവിടെ 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 ഇവിടെ. ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ക്രിസ്ത്യൻ മഹത്വത്താൽ മുറ്റും നിറഞ്ഞ് ശോഭിക്കണം. പലതും നമ്മിൽ ഇപ്പോൾ നിറഞ്ഞിരിപ്പുണ്ടാകും. ലോകത്തിന്റെ ചിന്തകൾ, ജഡത്തിന്റെ മോഹങ്ങൾ, ജഡത്തിന്റെ പ്രവൃത്തികൾ, പലതും ഒരു മനുഷ്യനിൽ നിറഞ്ഞിരിപ്പുണ്ടാകും. എന്നാൽ ലുക്ക് ഹിയർ, ഹല്ലേലൂയ, പലതും നിറഞ്ഞിരിപ്പുണ്ടാവും. അതെല്ലാം ഒഴിഞ്ഞു പോകട്ടെ. ക്രിസ്തുവിന്റെ മഹത്വം, ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ തേജസ്, വചനത്തിന്റെ വെളിച്ചം നമ്മിൽ നിറയട്ടെ. അതാണ് നമ്മൾ പാടിയത്. ക്രിസ്തുവിന്റെ മഹത്വം എന്നിൽ നിറഞ്ഞ് ഞാൻ ശോഭിക്കണം. അതാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിന് കർത്താവ് നമ്മെ ആഹ്വാനം ചെയ്യാണ്, വിളിക്കുകയാണ്, വഴി നടത്തുകയാണ്. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ യേശുവിലുള്ള വിശ്വാസം നമ്മെ ദൈവപുത്രന്മാരാക്കി മാറ്റുന്നു. യേശു എന്ന ദൈവപുത്രനിൽ അനേക ക്വാളിറ്റീസ് ഉണ്ടായിരുന്നു, അനേക ഗുണങ്ങൾ ഉണ്ടായിരുന്നു. ദൈവപുത്രന്മാരായി മാറിക്കൊണ്ടിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ആ യേശുവിനെ കണ്ട് പഠിക്കണം. യേശുവിനെ നാം നോക്കണം. ആമേൻ. മർക്കോസ് സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിൽ ഒരു ദൈവത്തിൻ്റെ പുത്രൻ അവൻ എങ്ങനെ ഇരിക്കുമെന്ന് അതിനൊരു സൂചന കർത്താവ് പറയുകയാണ്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. വിശ്വസിച്ചു, ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? സ്നാനമെടുക്കണം. കർത്താവ് പറഞ്ഞ വചനത്തെ ഏറ്റെടുക്കുന്നവനാണ് ദൈവപുത്രനായി മാറുന്നത്. എനിക്ക് വിശ്വാസമുണ്ട്, പക്ഷെ ഞാൻ സ്നാനമെടുക്കില്ല, ദൈവപുത്രനാകില്ല. വിശ്വാസമുണ്ടെങ്കിൽ സ്നാനമെടുക്കണം. വിശ്വസിക്കുകയും സ്നാനമെടുക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ഒരു ദൈവപുത്രൻ രക്ഷിക്കപ്പെട്ടവനായിരിക്കും. ദൈവം തന്ന ഗിഫ്റ്റായ, ദാനമായ ആ രക്ഷ, സാൽവേഷൻ, തമിഴിൽ രക്ഷിപ്പ്, അത് ഉള്ളവനായിരിക്കും ഒരു ദൈവപുത്രൻ. ഹല്ലേലൂയ. സ്നാനം എടുക്കില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നവർ ദൈവപുത്രന്മാരല്ല. അവർക്ക് ദൈവപുത്രന്മാരാകുവാനും പറ്റില്ല. കർത്താവിൻ്റെ വചനം ഏറ്റെടുത്ത് വിശ്വസിച്ച് സ്നാനമെടുത്ത് വിശ്വസിച്ച് വചനത്തിന് കീഴ്പ്പെടുന്നവർ ദൈവത്തിൻ്റെ പുത്രന്മാരായി മാറും. സ്നാനം ഇതുവരെയും എടുത്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങളെ തന്നെ വിട്ടുകൊടുക്കുക, കീഴ്പ്പെടുത്തുവേൻ. കർത്താവിൽ വിശ്വസിച്ച് കർത്താവിൻ്റെ വചനം അനുസരിച്ച് സ്നാനം എടുക്കുവാണ്ടൊക്കെ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുവേൻ. ഒരു രക്ഷ എന്ന ഗിഫ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. ദൈവപുത്രൻ എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെടട്ടെ. ദൈവരാജ്യത്തിനുള്ളിൽ പ്രവേശിക്കുന്ന ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ലഭിക്കട്ടെ. ഹല്ലേലൂയ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. സ്നാനമെടുത്ത ദൈവമക്കളെല്ലാം ശക്തിയോടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വത്തെ കൊടുപ്പേൻ. ഹല്ലേലൂയ, ആമേൻ. സ്നാനമെടുക്കാത്തവർ സ്നാനത്തിനായി ഒരുങ്ങുവേൻ. യേശു കർത്താവ് താൻ തന്നെയും സ്നാനമെടുക്കാൻ പോവുകയാണ്. മത്തായി സുവിശേഷം 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ യേശു യോഹന്നാന്റെ അടുക്കൽ പോകുന്നു. യേശുവിൻ്റെ ജനനത്തിൽ പോലും പാപത്തിൻ്റെ പാരമ്പര്യമില്ല. പരിശുദ്ധാത്മാവിനാൽ ഉൽപ്പാദിതമായ ഒരു കുഞ്ഞ് കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിച്ചു. ഗർഭഫലം ഉണ്ടായത് എങ്ങനെയാണ്? പരിശുദ്ധാത്മാവിനാൽ ഉൽപ്പാദിതമായി. പുരുഷന്റെ ഇഷ്ടത്താലല്ല, മനുഷ്യന്റെ ഇഷ്ടത്താലല്ല, പരിശുദ്ധാത്മാവിനാൽ ഉൽപ്പാദിതമായി. ആദാമിൻ്റെ പാപത്തിൻ്റെ പാരമ്പര്യം യേശു എന്ന കുഞ്ഞിൽ ഇല്ല. മറിയയുടെ പൂർവികരുടെ പാപത്തിൻ്റെ പാരമ്പര്യം യേശു എന്ന കുഞ്ഞിനില്ല. മറിയയുടെയോ യോസഫിൻ്റെയോ പാരമ്പര്യം യേശുവെന്ന ഈ ജനിച്ച ഈ കുഞ്ഞിൽ ഇല്ല. അത് ദൈവപുത്രനാണ്. അത് ദൈവപുത്രനായി ജനിച്ച ഒരു കുഞ്ഞാണ്. ഹല്ലേലൂയ. ആ യേശു തന്നെയും 30-ാമത്തെ വയസ്സിൽ യോഹന്നാൻ സ്നാപകന്റെ അടുക്കൽ പോകുന്നു. എനിക്ക് സ്നാനം വേണമെന്ന് പറയുന്നു. സ്നാനം എടുക്കുവാൻ താല്പര്യമുള്ളവർ നിങ്ങൾ തന്നെ വായി തുറന്ന് പറയണം, എനിക്ക് സ്നാനം വേണമെന്ന്. സ്നാനം ചോദിച്ചു വാങ്ങണം. ആരിൽ നിന്ന് സ്നാനം എടുക്കണം? ഒരു അഭിഷിക്തന്റെ കയ്യിൽ നിന്ന് സ്നാനം എടുക്കണം. ഭൂതങ്ങളെ പുറത്താക്കുന്ന, രോഗങ്ങളെ സൗഖ്യമാക്കുന്ന,
യേശുവിന്റെ നാമത്തിൽ അധികാരങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവ പൈതലിന്റെ കയ്യിൽ നിന്നും, ഒരു ദൈവപുത്രന്റെ കയ്യിൽ നിന്നും, ഒരു അഭിഷിക്തന്റെ കയ്യിൽ നിന്നും സ്നാനമെടുക്കണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന് വിരോധമായി സംസാരിക്കുന്നവന്റെ കയ്യിൽ നിന്ന് സ്നാനമെടുക്കരുത്. സ്നാനത്തിനെതിരെ സംസാരിക്കുന്നവന്റെ കയ്യിൽ നിന്ന് സ്നാനമെടുക്കരുത്. ദൈവത്തിന്റെ അഭിഷിക്തരെ ദുഷിക്കുന്നവന്റെ കയ്യിൽ നിന്ന് സ്നാനമെടുക്കരുത്. ദൈവത്തിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുന്ന, ആത്മാവിന്റെ ഫലങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു ദൈവപുത്രന്റെ കയ്യിൽ നിന്ന് സ്നാനമെടുക്കണം. ഹല്ലേലൂയ. തോന്നിയതുപോലെ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് സ്നാനമെടുക്കുവാൻ പറ്റില്ല. യേശുദാനും യോഹന്നാൻ സ്നാപകന്റെ അടുക്കൽ പോകുന്നു. കർത്താവ് പറയുകയാണ്, എനിക്ക് സ്നാനം വേണം. അപ്പോൾ യോഹന്നാൻ ആത്മാവിൽ മനസ്സിലാക്കി തൻ്റെ അടുക്കൽ വരുന്ന മനുഷ്യൻ ആരാണെന്ന്. യോഹന്നാൻ പറയുകയാണ്, നിന്നാൽ സ്നാനമെടുക്കുവാൻ എനിക്ക് ആവശ്യം, ഞാൻ നിനക്ക് സ്നാനം തരുവാൻ എനിക്ക് യോഗ്യതയില്ല എന്ന് സ്നാനം കൊടുക്കുന്നവൻ പറയുന്നു. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ യോർദാന്റെ കരയിൽ യോഹന്നാൻ സ്നാപകന്റെ അടുക്കൽ വന്നിരിക്കുന്ന യേശു അത്രയ്ക്ക് മഹത്വമുള്ളൊരു ദൈവ പൈതലാണ്, അത്രയ്ക്ക് മഹത്വമുള്ളൊരു ദൈവപുത്രനാണ്. ഹല്ലേലൂയ. നമ്മിൽ ഓരോരുത്തരിലും അങ്ങനെ മഹത്വത്തെ നിറയ്ക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. യേശുവിൽ വിളങ്ങിയ മഹത്വം, യേശുവിൽ വെളിപ്പെട്ട ഒരു തേജസ്, യേശുവിൽ വെളിപ്പെട്ട ഒരു ദൈവ സാന്നിധ്യം നമ്മിലും വരണമെന്ന് കർത്താവിന് ഇഷ്ടമുണ്ട്. ഹല്ലേലൂയ. യേശുവിനെ കണ്ടയുടനെ യോഹന്നാൻ പറയുകയാണ്, നിന്നാൽ സ്നാനമെടുക്കുവാൻ എനിക്ക് ആവശ്യം. ആമേൻ. എങ്കിലും യോഹന്നാൻ പറയുകയാണ്, യോഹന്നാൻ അങ്ങനെ പറഞ്ഞപ്പോൾ യേശു പറയുകയാണ്, ഇപ്പോൾ സമ്മതിക്കാം, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്കുചിതം തന്നെ. അപ്പോൾ ദൈവപുത്രൻ നീതി നിവർത്തിക്കുന്നവനാണ്. ദൈവപുത്രന്റെ ജീവിതത്തിൽ എന്തുണ്ട്? നീതിയുണ്ട്. വിശ്വസിച്ച് സ്നാനമെടുക്കുന്നത് തന്നെയും എന്താണ്? ഒരു നീതിയാണ്. ഇന്ന് കർത്താവിന്റെ നാമത്തിൽ നമ്മൾ കൂടി വന്നിരിക്കുന്നത് എന്താണ്? ഒരു നീതിയാണ്. കർത്താവിന്റെ നാമത്തിൽ നമ്മുടെ നന്മകളുടെ ഒരു അംശം സമർപ്പിക്കുന്നത് എന്താണ്? ഒരു നീതിയാണ്. നമ്മുടെ സമയങ്ങളെ മാറ്റിവെച്ചിരിക്കുന്നത് ഒരു നീതിയാണ്. കർത്താവിനെ ദൈവമക്കൾ ഒന്നായി ചേർന്ന് സ്തുതിക്കുന്നത് ഒരു നീതിയാണ്. കേട്ട വചനങ്ങൾ ഏറ്റെടുക്കുന്നത് ഒരു നീതിയാണ്. ഹല്ലേലൂയ. എത്ര വചനം കേട്ടാലും പരീശന്റെ മനോഭാവത്തിൽ അതിനെ അളന്ന് കുറിച്ചുകൊണ്ടിരിക്കുന്നവൻ ഒരിക്കലും നീതി ചെയ്യാൻ അവന് പറ്റില്ല. അവൻ എപ്പോഴും ദൈവത്തെ അളന്നു മുറിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ദൈവത്തിന്റെ രക്ഷ അവന് കിട്ടുകയില്ല. ദൈവത്തിന്റെ രക്ഷ ആർക്ക് കിട്ടും? വചനത്തെ ഏറ്റെടുത്ത് അതിന് കീഴ്പ്പെട്ട് അതിനെ അനുസരിക്കുന്നവന് രക്ഷ കിട്ടും. ദൈവപുത്രൻ രക്ഷയുള്ളവനാണ്. ദൈവം തന്ന ദാനമായിട്ടുള്ള രക്ഷ എന്നുള്ള എക്സ്പീരിയൻസ് സ്വന്തമാക്കിയവനാണ് ദൈവപുത്രൻ. രക്ഷയുടെ അനുഭവത്തിലേക്ക്, വിശ്വസിച്ച് സ്നാനമേറ്റ അനുഭവത്തിലേക്ക് നിങ്ങൾ വന്നിട്ടില്ല എങ്കിൽ അതിലേക്ക് വരുവൻ. നിങ്ങൾ ആത്മാവിൽ രക്ഷയുടെ അനുഭവത്തിൽ പ്രവേശിക്കണമെന്ന് കർത്താവിന് ഇഷ്ടമുണ്ട്. നിങ്ങൾക്ക് രക്ഷയുടെ ഒരു അനുഭവത്തെ തരുവാൻ വേണ്ടിയിട്ടാണ് ആ ദൈവപുത്രൻ കാൽവരി ക്രൂശിൽ പരമയാഗമായി മാറിയത്. തൻ്റെ ശരീരത്തെ തകർത്തത്, തൻ്റെ രക്തത്തെ ചിന്തിയത് നമുക്കൊരു രക്ഷയെ തരുവാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. ഏദൻ തോട്ടത്തിൽ ആദാമും ഹവ്വയും പാപത്താൽ നശിപ്പിച്ചത് തിരികെ തരുവാൻ ദൈവത്തിന്റെ പുത്രൻ കാൽവരി ക്രൂശിൽ തന്റെ ശരീരത്തെ തകർത്തുകൊണ്ട് രക്തം ചിന്തിക്കൊണ്ട് ഒരു യാഗമായി മാറി രക്ഷ സ്വന്തമാക്കുവേൻ. വചനം കേട്ട് അത് ഏറ്റെടുക്കുവേൻ. സ്നാനം ആവശ്യപ്പെടുവേൻ. ആ നീതി ചെയ്യുവാൻ റെഡിയാകുവേൻ. ഒരു ഒരുക്കമുണ്ടാകട്ടെ. ദൈവപുത്രൻ എന്ന നിലയിലേക്ക് കയറി വരാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശു പറയുകയാണ്, ഇപ്പോൾ സമ്മതിക്കാം. മത്തായി 3:15 ഇപ്പോൾ സമ്മതിക്കാം, ഇങ്ങനെ സകല നീതിയും. എഫേസ്യർക്ക് ലേഖനം 6-ാം അധ്യായത്തിൽ നീതിയെ കുറിച്ച് പറയുന്നു. നീതി ഒരു കവചമാണ്. നീതി എന്താണ്? ഒരു കവചം. യുദ്ധക്കളത്തിൽ നിൽക്കുന്ന ഒരു പടയാളി അവൻ എന്തിനാണ് കവചം ധരിക്കുന്നത്? ശത്രുവിന്റെ അസ്ത്രങ്ങൾ അവന്റെ ശരീരത്തിൽ വന്ന് തറയ്ക്കാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് അവൻ കവചം ധരിക്കുന്നത്. ആത്മാവിൽ സ്നാനമെടുക്കാതെ നിൽക്കുന്ന ഒരു ദൈവ പൈതൽ പ്രാർത്ഥിക്കുന്നുണ്ടാകും, ആരാധനകളിൽ പങ്കെടുക്കുന്നുണ്ടാകും. പക്ഷെ സ്നാനം സ്വീകരിക്കാതെ മാറി നിൽക്കുന്ന ഒരു ദൈവ പൈതൽ അവൻ കവചം ധരിച്ചിട്ടില്ല. അവന്റെ മേൽ ശത്രുവിന്റെ അസ്ത്രങ്ങൾ പതിക്കുവാൻ എളുപ്പമാണ്. വിശ്വസിച്ച് സ്നാനമെടുക്കണം. സ്നാനമെടുത്താൽ നിനക്കൊരു കവചം ആത്മാവിൽ കിട്ടുകയാണ്. ദുഷ്ടന്റെ അസ്ത്രങ്ങൾ, പിശാചിന്റെ അസ്ത്രങ്ങൾ, ശത്രുവിന്റെ അസ്ത്രങ്ങൾ നിന്റെ മേൽ പതിക്കാതെ വണ്ണം നിനക്കതൊരു പ്രൊട്ടക്ഷനാണ്, അതൊരു കവചമാണ്. ഹല്ലേലൂയ. അതൊരു നീതിയാണെന്ന് വചനം പറയുന്നു. സ്നാനമെടുത്തവർ അതിൻ്റെ വില മനസ്സിലാക്കുക. ഞാൻ സ്നാനമെടുത്തത് ഞാൻ ആത്മാവിൽ
ദൈവരാജ്യത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു, ഞാൻ ക്രിസ്തുവിനുള്ളിലായി കഴിഞ്ഞു, ഞാൻ ക്രിസ്തു ഇരിക്കുന്ന ഇടത്താണ് ഞാൻ ആത്മാവിൽ എന്ന് തിരിച്ചറിയുക. ശരീരത്തിൽ നമ്മൾ ഭൂമിയിലാണെങ്കിലും ആത്മാവിൽ നമ്മൾ നിത്യരാജ്യത്തിലാണ്, ആത്മാവിൽ നമ്മൾ ദൈവരാജ്യത്തിലാണ് എന്നുള്ള ഒരു മനസ്സ് തന്നെ ദൈവമക്കളായ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ശരീരത്തിൽ നിങ്ങൾ എവിടെയാ? ഭൂമിയിൽ. ആത്മാവിൽ നിങ്ങൾ എവിടെയാ? ക്രിസ്തു ഇരിക്കുന്നിടത്ത്. ക്രിസ്തു എവിടെ ഇരിക്കുന്നു? പിതാവിൻ്റെ വലതുഭാഗത്ത്. ക്രിസ്തു ഇരിക്കുന്ന ഇടത്താണ് നമ്മൾ സ്പിരിറ്റിൽ, ആത്മാവിൽ. അങ്ങനെ ഒരു പൊസിഷനിലേക്ക് കർത്താവ് നമ്മെ ആക്കി മാറ്റി വെച്ചിരിക്കുകയാണ്. സ്നാനമെടുത്ത ദൈവമക്കൾ, നിങ്ങൾ വീണ്ടും അത് നിങ്ങളുടെ മനസ്സിൽ പുതുക്കുവിൻ. ഞാൻ നീതി നിവർത്തിച്ചു, സ്നാനമെന്ന നീതി ഞാൻ നിവർത്തിച്ചു, ഞാൻ ദൈവപുത്രനാണ്, ദൈവപുത്രന്മാർക്ക് ഉചിതമാണ് നീതി നിവർത്തിക്കുന്നത്. ഹല്ലേലൂയ. ഓക്കെ, ഇനി മത്തായി സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിൽ, അടുത്ത വാക്യത്തിൽ, യേശു ആ നീതി നിവർത്തിച്ച ഉടനെ എന്ത് സംഭവിച്ചു? സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ, വെള്ളത്തിൽ നിന്ന് സ്നാനം എടുക്കണമെങ്കിൽ വെള്ളത്തിൽ എന്ത് ചെയ്യണം? ഇറങ്ങണം. വെള്ളത്തിൽ ഇറങ്ങാതെ കൊണ്ട് വെള്ളം തളിച്ചു വിട്ടാൽ ആ സ്നാനമെന്ന് പറയാൻ പറ്റില്ല. യേശു എന്ത് ചെയ്തു? വെള്ളത്തിൽ. ഇനി ബുദ്ധിജീവികൾ പറയും, യേശു വെള്ളത്തിൽ ഇറങ്ങിയിട്ടും അവിടെ നിന്ന് വെള്ളം എടുത്ത് തളിച്ച് തലയിൽ വിടുകയാണ് ചെയ്തതെന്ന് ബുദ്ധിജീവികൾ പറയും. വെള്ളത്തിൽ ഇറങ്ങിയിട്ട് സ്നാനമെടുക്കാൻ വേണ്ടിയിട്ട് തളിച്ചു വിടേണ്ട കാര്യമില്ല, അത് മുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. സ്നാനമെന്ന വാക്കിൻ്റെ ഗ്രീക്ക് പദം ബാപ്റ്റിസോ എന്നുള്ള ഒരു വാക്കാണ് ഉള്ളത്. അതിൻ്റെ അർത്ഥം, പഴയ ആ കാലത്തിൽ അതിൻ്റെ അർത്ഥം തുണിത്തരങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൽ ചായം മുക്കാൻ, കളറടിക്കുവാൻ വേണ്ടിയിട്ട് അതിനെ ചായത്തിൽ മുക്കി വെക്കുമ്പോൾ അതിന് പറയുന്ന വാക്കാണ് ബാപ്റ്റിസോ. അതിൻ്റെ അർത്ഥം ടു ഡിപ്പ് ഓർ ടു ഇമ്മേഴ്സ്, മുക്കുക, മൂഴുകുക എന്നുള്ള അർത്ഥമാണ് ബാപ്റ്റിസോ എന്ന വാക്കിനുള്ളത്. യോഹന്നാനാൽ അനേകർ മാനസാന്തര സ്നാനം ഏൽക്കുവാൻ വന്ന ആ സാഹചര്യത്തിൽ യോഹന്നാൻ അപ്പോഴും അവിടെ കൊടുത്തൊരു കാര്യം, ചായ പിടിക്കുവാനായിട്ട്, നിറം മാറി ഒരു പുതിയൊരു നിറത്തിൽ പുറത്തു വരുവാനായിട്ട് തുണിയെ ചായത്തിൽ മുക്കി വെക്കുവാൻ ബാപ്റ്റിസോ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഈ ഒരു മനുഷ്യൻ അവൻ്റെ പഴയ മനുഷ്യനെ മാറ്റി മാനസാന്തരപ്പെട്ട് അവൻ പുതിയ മനുഷ്യനാകുവാൻ തീരുമാനിക്കുന്നതിന് ബാപ്റ്റിസോ എന്നുള്ള വാക്ക് തന്നെ യോഹന്നാൻ സ്നാപകൻ ഉപയോഗിച്ചു. ഹല്ലേലൂയ. സ്നാനത്തിൽ എന്ത് സംഭവിക്കുന്നു? ഒരു മാനസാന്തരം, ഒരു സമർപ്പണം. ഇനി ജീവിക്കുന്നത് ഞാനല്ല, യേശുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്ന ഒരു തീരുമാനമാണ്. ലോകത്തിന് നമ്മൾ മരിക്കുകയും ക്രിസ്തുവിൽ ജീവിക്കുകയും ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസിലേക്ക് പ്രവേശിക്കുന്നതാണ് സ്നാനം. അതൊരു നീതിയാണ്. ഒരു ലോക മനുഷ്യൻ മരിക്കണം, ലോകത്തിൻ്റെ ചിന്ത മരിക്കണം. ഒരു ദൈവപുത്രൻ ജനിക്കണം, ഒരു ദൈവപുത്രൻ എഴുന്നേൽക്കണം. ഹല്ലേലൂയ. സ്നാനം എടുത്തിട്ടും സ്വഭാവത്തിൽ ഒരു മാറ്റവും ഇല്ല എങ്കിൽ പോത്തിനെ പിടിച്ച് വെള്ളത്തിൽ മുക്കി എഴുന്നേൽപ്പിച്ചതുപോലെ ഇരിക്കും. എങ്ങനെ ഇരിക്കും? പോത്തിനെ ആരും കണ്ടിട്ടില്ലേ? സ്റ്റീഫൻ ബ്രദർ, പോത്തുണ്ടല്ലോ വീട്ടില്. പോത്തിനെ കാണണമെങ്കിൽ സ്റ്റീഫൻ ബ്രദറിനെ കോണ്ടാക്ട് ചെയ്യുക. ഓക്കെ, പോത്തിനെ പിടിച്ച് വെള്ളത്തിൽ മുക്കിയെടുത്താൽ എങ്ങനെ ഇരിക്കും? അതുപോലെ ഇരിക്കരുത്. ഒരു മാറ്റം വേണം ജീവിതത്തിൽ, സ്വഭാവത്തിൽ ഒരു മാറ്റം വേണം. കോപം, കയ്പ്, പക, പിണക്കം, അസൂയ, മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെട്ടാൽ ദുഃഖം, മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെട്ടാൽ ഭയങ്കര വേദന, നിരാശ, ഇതെല്ലാം ലോക മനുഷ്യന്റെ സ്വഭാവമാണ്. ഒരാത്മ മനുഷ്യൻ അങ്ങനെയല്ല, ഡിഫറൻ്റ് ആണ്. ഹല്ലേലൂയ. ആത്മമനുഷ്യൻ ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുമ്പോൾ ഉടനെ സ്തോത്രം പറയും, നന്ദി പറയും. ഇവിടെ പലരും മുന്നിൽ വന്ന് സാക്ഷി പറയുമ്പോൾ ചില ആളുകൾ ഇങ്ങനെ ദുഃഖിച്ച് നോക്കിയിരിക്കുന്നു, സ്തോത്രം പറയാതെ, ഹല്ലേലൂയ പറയാതെ ദുഃഖിച്ച് നോക്കിയിരിക്കുന്നു. എന്താണ് പ്രശ്നം? പഴയ മനുഷ്യൻ, പറഞ്ഞു വിട്ട പഴയ മനുഷ്യൻ അകത്ത് വീണ്ടും കയറി പുതിയ മനുഷ്യനെ പറഞ്ഞു വിട്ടു. ജഡിക മനുഷ്യനകത്തിരിക്കുകയാണ്. അതുകൊണ്ട് സ്തുതിക്കാൻ വായി തുറക്കില്ല. സ്തുതിക്കാൻ വായി തുറക്കാത്തവൻ ജഡിക മനുഷ്യൻ, സ്തുതിക്കാൻ വായി തുറക്കുന്നവൻ ആത്മമനുഷ്യൻ. കൈ പിടിച്ച് പറഞ്ഞേ, അടുത്തേക്ക് എടുത്ത് പറഞ്ഞേ, വായി തുറന്ന് സ്നേഹത്തോടെ ശ്രദ്ധയോടെ കർത്താവിനെ സ്തുതിക്കണം.
ഓക്കെ, ആർ യു റെഡി? ഇത് കൊള്ളാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു കാര്യം കൊള്ളാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഹല്ലേലൂയ പറയുന്നില്ലെന്ന് തോന്നിയാൽ ഞാൻ എപ്പോഴും ആർ യു റെഡി പറയും. ഉടനെ എഴുന്നേറ്റ് ഇങ്ങനെ കാണിച്ചോളാം. ഓക്കെ, ഫൈൻ. ശരി, നോക്കിക്കേ. പഴയ മനുഷ്യൻ അസൂയുള്ളവൻ, കോപമുള്ളവൻ. സ്വഭാവം നന്നാകണം. ദൈവമക്കൾ ആരാധിച്ചിട്ടും സ്വഭാവം നന്നായില്ല എങ്കിൽ ദൈവത്തിന് നിങ്ങളെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ദുഷ്ട സ്വഭാവങ്ങൾ നമ്മുടെ ഉള്ളത്തിൽ നിന്ന്, സ്വഭാവത്തിൽ നിന്ന് മാറ്റി ഒരു ദൈവപുത്രനായി വെളിപ്പെടണമെങ്കിൽ വചനത്താലുള്ള വിശുദ്ധീകരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം. ആമേൻ, ഹല്ലേലൂയ. യേശു സ്നാനമെടുത്ത് കയറിയ ഉടനെ സ്വർഗം തുറന്ന് ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തൻ്റെ മേൽ വരുന്നത് അവൻ കണ്ടു. സ്നാനമെടുക്കുമ്പോൾ, നീതി നിവർത്തിക്കുമ്പോൾ സ്വർഗം തുറക്കും. സ്വർഗം ഇന്ന് എനിക്ക് തുറന്നിട്ടുണ്ട്, പക്ഷെ ധാരാളം പേർക്ക് തുറന്നിട്ടില്ല. എന്താ റീസൺ എന്നറിയാമോ? നീതി നിവർത്തിച്ചിട്ടില്ല. നീതി നിവർത്തിക്കുമ്പോൾ വരേണ്ടുന്ന മാറ്റം അവരവരിൽ വരുമ്പോൾ അവരവരുടെ ജീവിതത്തിൽ സ്വർഗം തുറക്കും. ഹല്ലേലൂയ. സ്വർഗം നിങ്ങളുടെ ജീവിതത്തിൽ തുറക്കട്ടെ. ഒരു ഓപ്പൺ ഹെവൻ, ഒരു ഓപ്പൺ ഹെവൻ, തുറന്ന സ്വർഗം ഓരോ ജീവിതങ്ങളിലും ഉണ്ടാകണം. നീതി നിവർത്തിക്കുവാൻ കീഴ്പ്പെടുമ്പോൾ, നീതി നിവർത്തിക്കുവാൻ സമർപ്പിക്കുമ്പോൾ ഒരു ഓപ്പൺ ഹെവൻ നിങ്ങൾക്കുണ്ടാകും. ഹല്ലേലൂയ. ഒരു ദുഷ്ടശക്തികളും നിങ്ങളെ സ്വർഗവുമായിട്ടുള്ള കണക്ഷനിൽ നിന്ന് കട്ട് ചെയ്യുവാൻ പറ്റില്ല. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ, നിങ്ങൾ ദൈവവുമായിട്ടുള്ള കണക്ഷനിൽ ഓക്കെ ആണെങ്കിൽ ഒരു ദുഷ്ടശക്തികളും നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടുവാൻ ദൈവം അനുവദിക്കില്ല. തുറന്ന സ്വർഗം, പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്ന തുറന്ന സ്വർഗം, ദൈവദൂതന്മാർ ഇറങ്ങി വരുന്ന തുറന്ന സ്വർഗം ദൈവവിധലെ നിനക്കായി എവർ റെഡി ആയിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ ദൈവപുത്രന്റെ മുകളിൽ എന്തുണ്ട്? അടഞ്ഞ സ്വർഗമല്ല. കാലങ്ങൾ പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥന കേൾക്കാത്ത അനുഭവമല്ല. പ്രാർത്ഥിച്ചാൽ മറുപടി വരും. പ്രാർത്ഥിക്കുമ്പോൾ ദൂതൻ ഇറങ്ങി വരും. ഹല്ലേലൂയ. നിങ്ങളുടെ മുകളിൽ തുറന്ന സ്വർഗമാണോ അടഞ്ഞ സ്വർഗമാണോ? സ്വഭാവം നന്നായില്ലെങ്കിൽ സ്വർഗം അടഞ്ഞു തന്നെ ഇരിക്കും. സ്വഭാവം നന്നായാൽ സ്വർഗം തുറക്കും. അശുദ്ധികൾ മാറ്റിയാൽ സ്വർഗം തുറക്കും. സ്വർഗം തുറക്കട്ടെ. പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്ന, ദൂതന്മാർ ഇറങ്ങി വരുന്ന, ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ഉണ്ടാകുന്ന ഒരു തുറന്ന സ്വർഗം ഓരോ ജീവിതങ്ങളിലും ഉണ്ടാകട്ടെ. ദൈവപുത്രനായി സ്വർഗം തുറക്കും. ദൈവപുത്രനായി ആത്മാവ് പരിവർത്തിക്കും. ദൈവപുത്രനായി ദൂതന്മാർ ഇറങ്ങി വരും. ദൈവപുത്രന്റെ പ്രാർത്ഥന സ്വർഗം അടഞ്ഞിരിക്കില്ല, അത് തുറന്ന് പ്രാർത്ഥന ഉയരത്തിലെത്തും. ദൈവപുത്രനായി തുറന്ന സ്വർഗം, ഓപ്പൺ ഹെവൻ. എല്ലാവരും പറഞ്ഞേ, ഓപ്പൺ ഹെവൻ, ഓപ്പൺ ഹെവൻ, തുറന്ന സ്വർഗം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കുന്നില്ല. എന്തുകൊണ്ടാ? അടഞ്ഞ സ്വർഗമാണ് നിങ്ങൾക്കുള്ളത്. തുറന്ന സ്വർഗം നിങ്ങൾക്കില്ല. അടഞ്ഞ സ്വർഗമാണോ നിങ്ങൾക്കുള്ളത്? നിങ്ങളുടെ ഭാഗത്ത് കുറച്ച് തകരാറുകളുണ്ട്. വചനത്താൽ അത് പരിഹരിക്കുമ്പോൾ സ്വർഗം കർത്താവ് തുറന്നു തരും. യേശു നീതി നിവർത്തിച്ചപ്പോൾ സ്വർഗം തുറന്നു. ആത്മാവ് ഇറങ്ങി. ദൈവത്തിന്റെ ശബ്ദം പുറപ്പെട്ടു. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരുടെ ജീവിതങ്ങളിലും നീതി നിവർത്തിക്കുന്ന ഒരു ദൈവപുത്രനായി നമ്മൾ മാറിയാൽ സ്വർഗം തുറക്കും. ആത്മാവ് ഇറങ്ങും. പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പുണ്ടാകും. ഹല്ലേലൂയ. അപ്പോൾ ദൈവപുത്രന് പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനമുള്ളവനാണ് ദൈവപുത്രൻ. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ വീട്ടിൽ, നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനം വേണം. എന്ത് വേണം? പരിശുദ്ധാത്മാവിന്റെ. തമിഴ്നാട്ടിൽ ഒരു ലോണിന്റെ വിഷയത്തിൽ നമ്മൾ കൈവച്ചു. അവിടെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു. നിയമസഭയെ കർത്താവ് തൊട്ടു. ഭരിക്കുന്നത് ആരായാലും കുഴപ്പമില്ല. പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചാൽ, ദൂതൻ ഇറങ്ങിയാൽ ചെയ്യേണ്ടത് ആരെ കൊണ്ടായാലും ദൈവം ചെയ്യിപ്പിക്കും. താങ്ക് യു ലോർഡ് ജീസസ്. ഇനി ഈ ദൈവപുത്രൻ പറയുന്ന മറ്റൊരു കാര്യം മത്തായി സുവിശേഷം 28-ാം അധ്യായം അതിന്റെ 19-ാം വാക്യത്തിൽ കർത്താവ് ഉയർത്തുന്നതിന് ശേഷം തന്റെ ശിഷ്യന്മാരെ നോക്കി പറയുകയാണ്,
നിങ്ങൾ ഈ വചനം ഏറ്റെടുക്കുമ്പോൾ തന്നെ നിങ്ങളുടെ രോഗങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ എന്ത് തന്നെയായിരുന്നാലും അതിലെല്ലാത്തിലും ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാകും. സ്തോത്രത്തോടെ വചനം ഏറ്റെടുക്കുവേൻ. വചനം ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. നിങ്ങളുടെ രോഗത്തെ കർത്താവ് സൗഖ്യമാക്കും. നിങ്ങളുടെ വേദനകളെ കർത്താവ് മാറ്റും. ജീവിതത്തിലെ തടസ്സങ്ങളെ കർത്താവ് മാറ്റും. ജീവിതത്തിലെ ശാപങ്ങളെ കർത്താവ് മാറ്റും. വചനങ്ങൾ ഏറ്റെടുക്കുവേൻ. ഹല്ലേലൂയ. എന്നാണ് കർത്താവ് പറഞ്ഞേ? 19-ാം വാക്യം അല്ല 20-ാം വാക്യം. നെക്സ്റ്റ് വേഴ്സ്. സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. കർത്താവ് എന്താ പറയുന്നേ? ഒരു ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ അവൻ ജാതി നോക്കില്ല. ഒരു ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ അടുത്ത എടുത്ത് പറഞ്ഞേ, ജാതി നോക്കരുത്. ജാതി നോക്കുന്ന പിശാച് തകരണം. ഓക്കെ, നിങ്ങളെല്ലാം ഏത് ജാതിക്കാരാ? ഏതാ? ഗുഡ്. വിശുദ്ധ ജാതി. ഏത് ജാതി? അല്ലാതെ OBC, SC, ST, ABC, BBC എന്നൊന്നും പറയരുത്. എന്ത് ജാതി? യഹോവ ദൈവമാം വിശുദ്ധ ജാതി നാം അവനവകാശമാം യഹോവ ദൈവമാം വിശുദ്ധ ജാതി നാം അവനവകാശമാം ജനം നാം. പരദേശികൾ നാം ഭാഗ്യശാലികൾ. നാം പരദേശികൾ നാം ഭാഗ്യശാലികൾ. ഉണ്ടോ? യഹോവ ദൈവമാം വിശുദ്ധ ജാതി നാം അവനവകാശമാം ജനം നാം. യഹോവ ദൈവമാം വിശുദ്ധ ജാതി നാം അവനവകാശമാം ജനം നാം. ഇന്നലെ എനിക്കൊരു ഫോൺ കോൾ വന്നു. ഞാനൊരു വിഷയത്തിൽ ഇടപെട്ടപ്പോൾ അതിൽ എന്നെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി ഒരാൾ ഫോൺ വിളിച്ചു. ആ വിളിച്ച ഫോണിൽ അവർ പറഞ്ഞു ഞാനൊരു ബ്രാഹ്മണനാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു എനിക്ക് ബ്രാഹ്മണരോട് സംസാരിക്കണ്ട. ഞാൻ ഫോൺ കട്ട് ചെയ്തു. മനുഷ്യരോട് സംസാരിക്കാം. ആരോട് സംസാരിക്കാം? മനുഷ്യരോട് സംസാരിക്കാം. ഓക്കെ, ജാതി പറഞ്ഞ് ജാതി സ്പിരിറ്റോടുകൂടെ നടക്കുന്ന ആ ദുഷ്ട മനസ്സ് അത് ആത്മീകന്റെ മനസ്സല്ല, അത് ജഡീകന്റെ മനസ്സാണ്. ഹല്ലേലൂയ. ഞാൻ ഇന്ന ജാതിയാണ് എന്നൊരു അഹങ്കാരവും വേണ്ട, ഒരു കുറ്റബോധവും വേണ്ട, ഒരു ആകാംക്ഷയും വേണ്ട, ആവേശവും വേണ്ട, നിരാശയും വേണ്ട. കർത്താവിൻ്റെ മുന്നിൽ ദൈവം ഇങ്ങനെ ഒരു ജാതിയെ വെച്ചിട്ടില്ല. ഹല്ലേലൂയ. ജാതി വ്യവസ്ഥകൾ പൊളിയണം. ഹല്ലേലൂയ. വില്യം കേറി എന്നൊരു മിഷണറി, ആ മിഷണറി ഇന്ത്യയിൽ വന്ന് കർത്താവിൻ്റെ നാമത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്തു. അദ്ദേഹം ജാതി വ്യവസ്ഥയ്ക്കെതിരെ നല്ലൊരു റിഫോർമേഷൻ ആളുകളുടെ ഇടയിൽ പ്രവർത്തിച്ചു. അനേക അനാചാരങ്ങൾ നിറഞ്ഞൊരു സ്ഥലമായിരുന്നു ഈ സ്ഥലം. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭർത്താവിനെ തീയിൽ, ആ ബോഡിയെ തീയിലിട്ട് ചുടുമ്പോൾ ആ ഭാര്യയും പിടിച്ച് ആ തീക്കകത്തിട്ട് ജീവനോടെ ചുടും. ഏത് നാട്ടിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്? എന്താണ്? ഏത് നാട്ടിനെ കുറിച്ചാണ് പറയുന്നത്? കേട്ടില്ല. ഈ നാട്ടിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പോ ഇങ്ങനെയുള്ള വൃത്തികെട്ട സ്വഭാവമുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ഇരിക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ വെളിച്ചമുള്ള ഒരു മനുഷ്യൻ വന്നപ്പോൾ, അതും വില്യം കേറി, അദ്ദേഹം തന്നെ അന്നത്തെ വൈസ്രോയുടെ അടുക്കൽ പോയി, വെസ്റ്റ് ബംഗാളിൽ വൈസ്രോയുടെ അടുക്കൽ പോയി ഒരു ഓർഡർ വാങ്ങി, ഈ സതി എന്നുള്ളതിനെ നിയമം കൊണ്ട് നിരോധിക്കണമെന്ന്. അവിടെ ഓർഡർ പാസ്സാക്കുവാൻ കാരണമായി നിന്നത് വില്യം കേറി എന്ന ഒരു മിഷണറി. എന്നാൽ ചരിത്രത്തിൽ കുട്ടികളെല്ലാം പഠിക്കുന്നത് സതി നിരോധിച്ചത് ആരാണെന്ന് അവരുടെ പേര് പഠിക്കുവാൻ എഴുതി വെച്ചു കൊടുത്തിരിക്കുന്നത് രാജാറാം മോഹൻ റോയ് എന്ന് പറയുന്ന വില്യം കേരിയുടെ ശിഷ്യന്റെ പേര്. അതാണ് ഇന്ത്യ. ഉള്ള കാര്യം പോലും സത്യമായിട്ട് പറയുന്നില്ല. ഓർഡർ വാങ്ങിയതാരാ? വില്യം കേറി എന്ന മിഷണറി. കൂടെ പോയ രാജാറാം മോഹൻ റോയുടെ പേര് ചരിത്രത്തിൽ വന്നു, പക്ഷേ വില്യം കേരിയുടെ പേര് ഹൈഡ് ചെയ്തു.
ഉള്ളതുപോലെ പറയണം. എങ്ങനെ? ഉള്ളതുപോലെ പറയണം. അനാചാരങ്ങൾക്കെതിരെ, അനീതിക്കെതിരെ ഒരു മനസ്സ് ദൈവമക്കളിൽ ഉണ്ടാകട്ടെ. വലിയ ജാതി ചെറിയ ജാതി എന്നൊന്നില്ല. കർത്താവിൻ്റെ മുന്നിൽ ദൈവപുത്രൻ, ലോക മനുഷ്യൻ, അതേ ഉള്ളൂ. ദൈവപുത്രനാണോ ലോക മനുഷ്യനാണോ, ആത്മികനാണോ ജഡീകനാണോ, ഇതേ ഉള്ളൂ കർത്താവിൻ്റെ മുന്നിൽ. ജാതി മനസ്സും വെച്ചുകൊണ്ട് നടക്കരുത്. ഓക്കെ? ചില ആളുകൾ എൻ്റെ അടുത്ത് വന്ന് പറയും, എനിക്ക് കല്യാണം നടക്കുന്നില്ല. എന്താ കല്യാണം നടക്കാത്തെ? നമ്മുടെ ജാതിയിലുള്ള പെണ്ണിനെ കിട്ടുന്നില്ല, നമ്മുടെ ജാതിയിലുള്ള പയ്യനെ കിട്ടുന്നില്ല. ഞാനും പറയും, കല്യാണം നടക്കണ്ട, അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഓക്കെ? ജാതി നോക്കി കല്യാണം കഴിക്കാൻ നിൽക്കുന്നവർ ശ്രദ്ധിക്കുക, എല്ലാ ജാതിയും അവർ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. നോക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, ദൈവപുത്രനാണോ, പരിശുദ്ധാത്മാവിൻ്റെ കണക്ഷൻ ഉണ്ടോ, സൃഷ്ടാവുമായിട്ടൊരു കണക്ടിവിറ്റി ഉണ്ടോ, അത് നോക്ക്. ജാതി സ്പിരിറ്റും വെച്ചുകൊണ്ടിരുന്നിട്ട് വചനവും പറഞ്ഞുകൊണ്ട് നടക്കുകയാണോ, ജാതി സ്പിരിറ്റും വെച്ചുകൊണ്ടിരുന്നിട്ട് ആരാധിച്ചുകൊണ്ട് നടക്കുകയാണോ, നിന്റെ അകത്തിരിക്കുന്നത് പരിശുദ്ധാത്മാവല്ല, നിന്റെ അകത്തിരിക്കുന്നത് ദുരാത്മാവാണ്, പിശാചാണ്. ജാതി സ്പിരിറ്റിനെ എടുത്ത് പുറത്ത് കളഞ്ഞോ. ജാതി വേർതിരിവ് വേണ്ട. യേശുവിൻ്റെ മക്കൾ, കർത്താവിൻ്റെ മക്കൾ എന്നൊരു സ്നേഹം നമ്മുടെ ഉള്ളിലുണ്ടാകട്ടെ. അടുത്തിരിക്കുന്നവർക്ക് കൈയെടുത്ത് പറഞ്ഞേ, നമ്മൾ യേശുവിൻ്റെ മക്കൾ. യേശുവിൻ കുഞ്ഞുങ്ങളാം ഞങ്ങൾ ഞങ്ങളാരാധിക്കും തിരുമുൻപിൽ. സഭകൾ പോലും ഇന്ന ജാതിക്ക് ഇന്ന സഭ എന്ന് വേർതിരിവിൽ വെച്ചിരിക്കുന്ന സഭകളുണ്ട്. നമ്മുടെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ ബാരിസ്റ്ററായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരിക്കൽ ബൈബിളെല്ലാം വായിച്ചിട്ട് യേശുവിൽ ആകർഷിക്കപ്പെട്ടിട്ട് സഭയിൽ പോകാമെന്ന് പറഞ്ഞ് സഭയിലോട്ട് പോയി. സഭയിലോട്ട് പോയപ്പോൾ അവിടെയുള്ള അവരുടെ മറ്റൊരു ഒരു സ്പിരിറ്റ്, ഒരു ഡീമോണിക് സ്പിരിറ്റ്, ഒരു ദുഷിച്ച ചിന്ത എന്താണെന്ന് അറിയാമോ? അവിടെ ജാതി വ്യവസ്ഥയല്ല, അവിടെ വംശീയത, റേസിസം, അങ്ങനെ ഒരു കാര്യമുണ്ട്. വെളുത്തവർ കറുത്തവർ എന്ന്. വെളുത്തവർ കറുത്തവരെ അംഗീകരിക്കില്ല, വെളുത്തവരുടെ ഒരു കാര്യങ്ങളിൽ ഉൾപ്പെടുത്തില്ല. ഗാന്ധിജിയെ നോക്കിയപ്പോൾ കറുത്തൊരു രൂപം ഇതാ വരുന്നു. ഗാന്ധിജി പോയതെന്താ? വെള്ളക്കാരുടെ ഒരു ചർച്ചിലോട്ടാണ് കയറിപ്പോയത്. രാവിലെ കുളിച്ച് വൃത്തിയായി ഭക്തിയോടെ ഒരു ബൈബിളും തൂക്കിയെടുത്തുകൊണ്ട് ഞാൻ സ്വർഗത്തിൽ പോകുന്നു എന്നുള്ള ചിന്തയോടുകൂടെ ഗാന്ധിജി കയറിപ്പോയതും വഴിയിലൊരാൾ നിന്നിട്ട് ഈ വെള്ളക്കാട് ചർച്ചിൽ നിനക്കെന്ത് കാര്യമെന്ന് പറഞ്ഞ് പിടിച്ചു തൂക്കിയെടുത്ത് റോഡിലോട്ട് ഒറ്റയേറി. അപ്പോൾ സ്വർഗത്തിൽ പോയ ഗാന്ധിജിക്ക് ബൈബിളിൽ നിന്നും കർത്താവിൻ്റെ വചനങ്ങൾ കേട്ട് ഇതൊരു സ്വർഗീയമായ നല്ലൊരു കാര്യമാണെന്ന് വിചാരിച്ചു പോയ ഗാന്ധിജിക്ക് ഈ പന്നികളുടെ കയ്യിൽ നിന്നും കിട്ടിയ അനുഭവം ഇതാണ്. ഏത് പന്നി? വംശീയത കൊണ്ട് നടക്കുന്ന, ജാതി വ്യവസ്ഥ മനസ്സിൽ കൊണ്ട് നടക്കുന്ന, മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയാത്ത മാനസികാവസ്ഥയുള്ള ഈ പന്നികളുടെ കയ്യിൽ നിന്ന് കിട്ടിയ അവസ്ഥ ഇതാണ്. ഓക്കെ? ജാതി വ്യവസ്ഥ നോക്കി ആരും ഒരു കമ്പനി കൂടരുത്. ജാതി നോക്കി ഇവൻ ഏത് ജാതി എന്ന് നോക്കി കമ്പനി കൂടരുത്. അത് പരിശുദ്ധാത്മാവിനാൽ വരുന്നതല്ല, അത് അശുദ്ധാത്മാവിന്റെ പ്രോഡക്റ്റ് ആണ്. ഹല്ലേലൂയ. അടുത്തേക്ക് പറഞ്ഞേ, ജാതി നോക്കണ്ട, ജാതി പറയണ്ട, ജാതി ചോദിക്കണ്ട. നമ്മൾ യേശുവിൽ ഒന്നാണ്. ആണോ? റിയലി? ഷുവർ? ഇനി ജാതി നോക്കിയിട്ട് ഞാൻ ദൈവപുത്രനായിട്ട് ആണെന്ന് പറഞ്ഞുകൊണ്ട് നടന്നാൽ അടി വാങ്ങും. ജാതി നോക്കുന്നവർ ദൈവപുത്രന്മാരല്ല, ദൈവപുത്രന്മാർ ജാതി നോക്കില്ല. ദൈവപുത്രന്മാർക്ക് സകല ജാതികളും, ഏത് ജാതിയിൽപ്പെട്ടവരായാലും ഏത് വിഭാഗത്തിൽപ്പെട്ടവരായാലും അവർ ദൈവരാജ്യത്തിൽ വരേണ്ടവരാണ്. ഒരു വേർതിരിവും അവർക്കുണ്ടാകില്ല. യേശുവിൽ നമ്മളെല്ലാം ഒന്നാണ്. ഹല്ലേലൂയ. കർത്താവ് പറയുകയാണ്, സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവൻ. ആരെയും മാറ്റി നിർത്തണ്ട. യഹൂദനെന്നോ ശമരിയനെന്നോ
ഇസ്രായേലിൽ നിന്നോ ആരെയും മാറ്റി നിർത്തണ്ട, എല്ലാവരെയും നിങ്ങൾ ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഹല്ലേലൂയ. ദൈവപുത്രന്റെ മനസ്സിൽ ജാതി വേർതിരിവ് വരില്ല. ലോക മനുഷ്യന്റെ മനസ്സിൽ ജാതി വേർതിരിവ് ഉണ്ടാവും. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, നിക്കോദോമോസിനെ നോക്കി കർത്താവ് പറയുകയാണ്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയില്ല. ദൈവപുത്രൻ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ച് ദൈവരാജ്യത്തിന്റെ അനുഭവം സ്വന്തമാക്കിയവനായിരിക്കും. ആമേൻ, ഹല്ലേലൂയ. എത്ര പേർ വെള്ളത്തിലും ആത്മാവിലും ജനിച്ച മക്കളോടുണ്ട്? ഹല്ലേലൂയ പറഞ്ഞേ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കാത്തവർ അത് പ്രാപിക്കുവാൻ ആഗ്രഹിക്കുവിൻ. അതിനായി നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പെഷ്യൽ മീറ്റിങ്ങുകൾ വെക്കാം. ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചിട്ടില്ല എന്നുള്ളവർ നിങ്ങളത് പറയണം, എനിക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വേണം. സ്നാനം എടുത്തിട്ടില്ലാത്തവർ പറയണം, എനിക്ക് സ്നാനം എടുക്കണം, എനിക്ക് നീതി പ്രവർത്തിക്കണം, എനിക്ക് ഈ എക്സ്പീരിയൻസസ് വേണം എന്ന് വായി തുറന്ന് പറയണം. ദൈവപുത്രന്മാരായി കയറി വരിക. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം. മത്തായി സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം. ഒരു ദൈവപുത്രന്റെ യേശു എന്ന ദൈവപുത്രന്റെ അനുഭവം നോക്കുക. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. പിശാച് എന്താ? യേശുവിന്റെ അകത്ത് കയറിയിരുന്നോ? പിശാച് യേശുവിന്റെ അകത്തിരുന്നോ പുറത്തു നിന്നോ? പുറത്തു നിന്നു. ഇന്ന് ധാരാളം പേരുടെ അകത്താ പിശാചിരിക്കുന്നത്. ധാരാളം പേർ എവിടെയാ പിശാചിരിക്കുന്നത്? ജാതി വെറി വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ അകത്ത് പിശാചുണ്ട്. പിശാച് ആരുടെ എല്ലാം ഉള്ളിലുണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. മറ്റുള്ളവരെ ദുഷിക്കുന്നവന്റെ ഉള്ളിൽ പിശാചുണ്ട്. മറ്റുള്ളവനെ നിന്ദിക്കുന്നവന്റെ ഉള്ളിൽ പിശാചുണ്ട്. മറ്റുള്ളവനെ തരം താഴ്ത്തുന്നവന്റെ ഉള്ളിൽ പിശാചുണ്ട്. അസൂയ വെച്ചുകൊണ്ടിരിക്കുന്നവന്റെ ഉള്ളിൽ പിശാചുണ്ട്. പരിശുദ്ധാത്മാവ് ആ അശുദ്ധിയിൽ വസിക്കില്ല. പരിശുദ്ധാത്മാവ് ഇറ്റ്സ് എ ഹോളി ജെന്റൽമാൻ. അവൻ വിശുദ്ധനാണ്. ഈ അശുദ്ധി വെച്ചുകൊണ്ടിരിക്കുന്നവന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന് ഒരു റോളുമില്ല. പരിശുദ്ധാത്മാവ് അവിടെ വസിക്കില്ല. നീ ആരാധിക്കുമ്പോൾ ചിലപ്പോൾ പരിശുദ്ധാത്മാവ് വന്ന് അസൈവാടി പോയേക്കാം, പരിവർത്തിച്ചിട്ട് പോയേക്കാം, പക്ഷെ പരിശുദ്ധാത്മാവ് വസിക്കില്ല. പരിശുദ്ധാത്മാവ് വസിക്കണമോ? ഉള്ളത്തെ ശുദ്ധീകരിക്കണം, ചിന്തയെ ശുദ്ധീകരിക്കണം, സ്വഭാവത്തെ ശുദ്ധീകരിക്കണം, ജീവിതത്തെ ശുദ്ധീകരിക്കണം. ഒരു വിശുദ്ധി ഇല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് വസിക്കില്ല. ഹല്ലേലൂയ. ആരോടെങ്കിലും ഉള്ളിൽ വെറുപ്പും വെച്ചുകൊണ്ടിരിക്കുകയാണോ? പരിശുദ്ധാത്മാവ് നിന്നെ തിരിഞ്ഞു നോക്കില്ല. പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിൽ വസിക്കില്ല. ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ നിനക്ക് കിട്ടില്ല. നീ പിശാചിന്റെ വാക്കുള്ളിലാണ്, നീ പിശാചിന്റെ കസ്റ്റഡിയിലാണ്. ഹല്ലേലൂയ. യേശുവിനെ പിശാച് പരീക്ഷിക്കുവാൻ വന്നു മരുഭൂമിയിൽ. യേശു വചനത്താൽ പിശാചിനെ ജയിച്ചു. യേശു എങ്ങനെ ജയിച്ചു? വചനത്താൽ പിശാചിനെ ജയിച്ചു. ജയിച്ചപ്പോൾ പിശാച് എന്ത് ചെയ്തു? വിട്ട് ഓടിപ്പോയി. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ചിന്തിച്ചു, അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങണമെന്ന് സാത്താൻ ചുറ്റി നടക്കുകയാണ്, അല്ലേ? നിങ്ങളുടെ ചുറ്റും സാത്താൻ ചുറ്റി നടക്കുകയാണോ? അല്ല നിങ്ങൾ സാത്താന്റെ വാക്യകത്താണോ? അല്ല സാത്താൻ നിങ്ങളെ വിട്ട് ഓടിപ്പോയോ? ഏതാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ്? ഞാൻ 3 കണ്ടീഷൻ പറയുകയാണ്. ഒന്ന്, നിങ്ങൾ പിശാചിന്റെ അകത്താണ്. പിശാച് നിങ്ങളെ വിഴുങ്ങിക്കഴിഞ്ഞു. കയ്പും പകയും വെറുപ്പും മനസ്സിലുണ്ടോ? നിങ്ങൾ പിശാചിന്റെ വാക്യകത്താണ്. പിശാച് നിങ്ങളെ വിഴുങ്ങിക്കഴിഞ്ഞു. അല്ല, ഒന്നുമില്ലേ? നിങ്ങൾ വിശുദ്ധിയിൽ നിൽക്കുകയാണോ? സാത്താന് നിങ്ങളെ പരീക്ഷിക്കുവാൻ ഒരു കാലഘട്ടമുണ്ട്. ദൈവം അനുവദിച്ചൊരു കാലഘട്ടമുണ്ട്. ആ പരീക്ഷയെ വിശ്വാസത്താൽ ജയിക്കണം, വചനത്താൽ ജയിക്കണം, സ്നേഹത്താൽ ജയിക്കണം, താഴ്മയാൽ ജയിക്കണം, നന്മയാൽ ജയിക്കണം. ജയിച്ചാൽ യേശുവിന്റെ അടുക്കൽ നിന്ന് സാത്താൻ ഓടിപ്പോയതുപോലെ സാത്താൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. സാത്താൻ നിങ്ങളെ വിട്ട് ഓടിപ്പോയോ? അല്ല. ചുറ്റി നടക്കുകയാണോ? അല്ല. ചുറ്റി നടന്ന് നിങ്ങളെ തോൽപ്പിച്ച് അത് നിങ്ങളെ വിഴുങ്ങിയോ? എന്താണ് അവസ്ഥ? വെറുപ്പും കയ്പും പകയും കൊണ്ട് നടക്കുകയാണോ? സാത്താൻ നിങ്ങളെ വിഴുങ്ങി വെച്ചിരിക്കുന്നു. വചനം ഏറ്റെടുത്ത് വിശുദ്ധിയിലേക്ക് വരികയാണോ? വിടില്ല സാത്താൻ നിന്നെ. അവൻ ചുറ്റി നടക്കും. നീ അവനെ ജയിക്കണം. നിന്നെ കോപിപ്പിക്കുവാൻ, നിന്നെ പ്രൊവോക്ക് ചെയ്യുവാൻ, നിന്നെ പ്രകോപിപ്പിക്കുവാൻ സാത്താൻ ചുറ്റി നടക്കും. അവനെ നീ ജയിക്കണം. വചനത്താൽ ജയിക്കണം, നന്മയാൽ ജയിക്കണം, ദൈവ സ്നേഹത്താൽ ജയിക്കണം, താഴ്മയാൽ ജയിക്കണം, സഹിഷ്ണുതയാൽ ജയിക്കണം, ക്ഷമയാൽ ജയിക്കണം. ജയിച്ചാൽ സാത്താൻ നിന്നെ വിട്ട് ഓടിപ്പോകും. ഹല്ലേലൂയ. ഒരു ദൈവപുത്രൻ ജയിക്കും. അവനെ വിട്ട് സാത്താൻ ഓടിപ്പോകും. അവന്റെ അടുക്കൽ ആര് വരും? ദൈവദൂതന്മാർ വന്ന് ദൈവപുത്രനെ ശുശ്രൂഷിക്കും. ദൈവദൂതന്റെ അനുഭവങ്ങൾ, ദൈവദൂതന്മാരുടെ അനുഭവങ്ങൾ ഇവിടെ ധാരാളം പേർക്കുണ്ട്, ആൾറെഡി ഉണ്ട്. നിങ്ങൾ എത്ര പേർക്ക് ദൈവദൂതന്മാരുടെ എക്സ്പീരിയൻസ് ഉണ്ട്? കരങ്ങൾ ഉയർത്തുവൻ.
വെരി ഗുഡ്, വെരി ഗുഡ്. വിശ്വാസത്താലല്ല കൈ ഉയർത്തേണ്ടത്, പേഴ്സണൽ എക്സ്പീരിയൻസ്. പ്രത്യക്ഷത്തിൽ ഒരു മിറക്കിൾ നടന്നു, അല്ലെങ്കിൽ അത് നിങ്ങൾ അനുഭവിച്ചു എന്നുള്ളവരോടാണ് ഞാൻ ചോദിക്കുന്നത്. ധാരാളം പേരുണ്ട്, ഓൺലൈനിലുള്ളവരുമുണ്ട്. ഓക്കെ, ആർക്കൊക്കെ അങ്ങനെയുള്ള എക്സ്പീരിയൻസസ് നടന്നു? ഒന്ന് കൈ ഉയർത്തിക്കാം. ഓൺലൈനിലുള്ളവരും റിപ്പോർട്ട് ചെയ്തോളൂ. വെരി ഗുഡ്, വെരി ഗുഡ്. ശോഭ സിസ്റ്ററിന്റെ കൈ ഒന്നും ഉയർത്തിക്കാം. ഓക്കെ, ശരി. ധാരാളം എക്സ്പീരിയൻസസ് ഉണ്ട് അല്ലേ? സിസ്റ്റർ കൈ ഉയർത്തിയോ? ഓക്കെ, ശരി. അപ്പോൾ ധാരാളം വീടുകളിലായ എക്സ്പീരിയൻസസ് ഉണ്ട്. ദൈവം തന്റെ ദൂതന്മാരെ അയക്കുന്നു. എന്തിന്? ശുശ്രൂഷിപ്പാൻ. ദൈവദൂതന്മാർ നിങ്ങളുടെ ചുറ്റുമുണ്ടോ? അല്ല, അലറുന്ന സിംഹമായ സാത്താൻ ചുറ്റി നടക്കുകയാണോ? എന്താണ് അവസ്ഥ? ജയിച്ചാൽ സാത്താൻ ഓടിപ്പോകും, ദൂതന്മാർ ശുശ്രൂഷിപ്പാൻ ഓടിവരും. അലയേണ്ടതില്ല, നിലവിളിക്കേണ്ടതില്ല, കരയേണ്ടതില്ല, ജയിപ്പാൻ കൃപ നൽകും. ഹല്ലേലൂയ. സാത്താൻ വിട്ട് ഓടിപ്പോകട്ടെ, ജയിപ്പാൻ ഒരുങ്ങുവേൻ. മത്തായി സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 19-ാം വാക്യത്തിൽ ഒരു ദൈവപുത്രൻ എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. കർത്താവ് ശിഷ്യന്മാരെ നോക്കി വിളിക്കുകയാണ്, ഫോളോ മീ, എൻ്റെ പിന്നാലെ വരുവൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. യേശു, ദൈവപുത്രനായ യേശു പറയുകയാണ്, എൻ്റെ പിന്നാലെ വരുവൻ, എന്നെ കണ്ടു പഠിക്കുവൻ, ഞാൻ ചെയ്യുന്നത് നോക്കി പഠിക്കുവൻ. അങ്ങനെ ആകണം ഒരു ദൈവ പൈതൽ. മറ്റുള്ളവർക്ക് ഒരു ദൈവ പൈതൽ ഒരു മാതൃകയായിരിക്കണം. ആമേൻ, ഹല്ലേലൂയ. യെസ്, ദൈവത്തിന്റെ മക്കൾ മാതൃകയായിരിക്കണം. അനു സിസ്റ്റർ, വിനിത, നിങ്ങൾക്കെല്ലാം ആ എക്സ്പീരിയൻസ് ഉണ്ടായി എന്നുള്ളതല്ലേ കാണിച്ചിരിക്കുന്നത്? ഗുഡ്, വെരി ഗുഡ്. ധാരാളം പേർക്ക് ദൈവദൂതന്മാരുടെ എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട്, ഇനിയും ധാരാളമായി ഉണ്ടാകും. ദൈവകൃപയിൽ ഇരിക്കുന്ന നിങ്ങൾക്ക് ദൈവദൂതന്മാരുടെ അനുഭവങ്ങൾ ധാരാളമായി ഉണ്ടാകും. ഹല്ലേലൂയ. ശരി, ദൈവത്തിന്റെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ ഒരു ഉദാഹരണം നിങ്ങളുടെ ജീവിതത്തിൽ വേണം. ഇന്നലെ നമ്മൾ ചിന്തിച്ചു, യേശു തനിയെ ഒരു മലയിൽ കയറിപ്പോയി. എന്തിന്? പ്രാർത്ഥിക്കുവാൻ. അത് നിങ്ങളും അങ്ങനെ ചെയ്യുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ടോ? നിങ്ങളെ കാണുന്നവർ അത് കണ്ടുപഠിക്കട്ടെ. ഒരു ദൈവപുത്രൻ പ്രാർത്ഥിക്കുന്നവനാണ്. ഒരു ദൈവപുത്രൻ ദൈവവുമായി സമയം ചെലവഴിക്കുന്നവനാണ്. ഒരു ദൈവപുത്രൻ ദൈവനാമത്തിൽ സമയങ്ങൾ വേർതിരിക്കുന്നവനാണ്. ഒരു ദൈവപുത്രൻ വചനം ധ്യാനിക്കുന്നവനാണ്. ഒരു ദൈവപുത്രൻ വചനം സംസാരിക്കുന്നവനാണ്, വചനം ചിന്തിക്കുന്നവനാണ്, വചനം ഏറ്റെടുക്കുന്നവനാണ്, വചനം അനുസരിക്കുന്നവനാണ്. ഒരു ദൈവപുത്രന്റെ ക്വാളിറ്റി. ഹല്ലേലൂയ. എൻ്റെ പിന്നാലെ വരുവൻ, എന്നെ കണ്ടു പഠിക്കുവൻ, ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്. നിങ്ങൾ ദൈവപുത്രന്മാരായിരിക്കും, നിങ്ങൾ ദൈവരാജ്യത്തിൽ നിലനിൽക്കും. എന്നെ പോലെ ആകുവനെന്ന് പറയുവാൻ കണക്കിനുള്ള ഒരു രൂപാന്തരം, ഒരു മാറ്റം നമ്മൾ ഓരോ ദൈവമക്കളുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ. ചില വീട്ടിൽ അപ്പൻ സിഗരറ്റ് വലിക്കും, എന്നിട്ട് മക്കളെ നോക്കി പറയാൻ പറ്റുമോ എന്നെ നോക്കി പഠിക്കാൻ? അപ്പൻ മദ്യപിച്ച് ലെക്ക് കിട്ട് റോഡിൽ കിടക്കും, മക്കളെ നോക്കി പറയാൻ പറ്റുമോ എന്നെ നോക്കി പഠിക്കാൻ? പറ്റില്ല. മാതൃകയുള്ളവനായിരുന്നാൽ അവന് പറയാം, എന്നെ നോക്കി പഠിക്കുക, എൻ്റെ ജീവിതം നോക്കി പഠിക്കുക, എൻ്റെ കുടുംബത്തെ നോക്കി പഠിക്കുക, ഞാൻ കാര്യങ്ങൾ ജോലി ചെയ്യുന്നതിനെ നോക്കി പഠിക്കുക, ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനെ കണ്ടുപഠിക്കുക എന്ന് പറയാൻ പറ്റും. നെക്സ്റ്റ് ജനറേഷന് മിനിമം ഒരു മാതൃക കാണിച്ചു കൊടുക്കുവാനുള്ള ഒരു നല്ല ജീവിതം ദൈവവേദലേ നിനക്കുണ്ടാകട്ടെ. നിന്റെ മക്കൾ, നിന്റെ അടുത്ത തലമുറ, നിന്റെ സഹോദരങ്ങൾ, നിന്റെ വരും തലമുറ നിന്നെ നോക്കി പഠിക്കുവാൻ കണക്കിന് മാതൃകയുള്ള പ്രവർത്തനങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നീ ഒരു ദൈവപുത്രനായി എഴുന്നേറ്റ് വരികയാണെങ്കിൽ നിന്നെ കണ്ട് പഠിച്ചാൽ അത് മറ്റുള്ളവർക്ക് അനുഗ്രഹമായിരിക്കും. നീ ചെയ്യുന്നത് പോലെ മറ്റുള്ളവരും ചെയ്യുവാൻ ശ്രമിച്ചാൽ അത് മറ്റുള്ളവർക്ക് ഒരു ആശീർവാദമായിരിക്കും. നീ പെരുമാറുന്ന പെരുമാറ്റം പോലെ, നീ സംസാരിക്കുന്ന സംസാരം പോലെ, നീ ഇടപെടുന്ന ഇടപെടൽ പോലെ, നീ ചെയ്യുന്നത് പോലെ ചെയ്യുവാൻ അവൻ പഠിച്ചാൽ അത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ നന്മയെ കൊണ്ടുവരും. നീ സ്നേഹിക്കുന്നത് പോലെ, നീ ക്ഷമിക്കുന്നത് പോലെ, നീ താഴ്മ കാണിക്കുന്നത് പോലെ നല്ലൊരു സ്വഭാവം നീ കാണിച്ചു കൊടുക്കുക. മറ്റുള്ളവൻ അത് കണ്ടുപഠിക്കട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ. യേശു കർത്താവ് പറയുകയാണ്, എന്നെ കണ്ടുപഠിക്കുക, ഫോളോ മീ, എന്നെ കണ്ടുപഠിക്കുക. ഒരിക്കൽ ഒരു 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 ഇമാജിനറി ഗോഡ്, മറ്റൊരു ദൈവത്തെ കുറിച്ച് ഞാൻ പറയട്ടെ. ഒരു ഇമാജിനറി ഗോഡ്, ആ ഗോഡിന് ധാരാളം ലീലാവിലാസങ്ങളുണ്ട്. മോഷ്ടിക്കും, ഉപദ്രവിക്കും, പല കാര്യങ്ങൾ എടുത്തുകൊണ്ട് പോകും. ആ ഗോഡിനെ കുറിച്ച് എന്നെ നോക്കി പഠിക്കുമെന്ന് ആ ഗോഡിന് പറയാൻ പറ്റുമോ? പറ്റില്ല. യേശുവിന് പറയാം, എന്നെ നോക്കി പഠിക്കുക എന്ന്. യേശുവിനെ അനുഗമിച്ചാൽ
അന്ന് 1-ാം നൂറ്റാണ്ടിൽ മാത്രമല്ല, ഇന്ന് 21-ാം നൂറ്റാണ്ടിലും ഒരു വ്യക്തിയുടെ വ്യക്തിത്വം, പേഴ്സണാലിറ്റി നന്നായിരിക്കും, അവൻ്റെ ക്വാളിറ്റി നന്നായിരിക്കും, അവൻ്റെ ജീവിതം നന്നായിരിക്കും. അവൻ എല്ലാ ലെവലിലും, സമൂഹത്തിലും, കുടുംബത്തിലും, അവൻ്റെ തൊഴിലിലും, അവൻ്റെ എല്ലാ ഏരിയാസിലും യേശുവിനെ നോക്കി പഠിച്ചാൽ അവൻ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. നമുക്ക് ഫോളോ ചെയ്യാനുള്ള നല്ലൊരു എക്സാമ്പിൾ ആണ് യേശു. എല്ലാവരും പറഞ്ഞേ യേശു. ഇങ്ങനെ പോരാ, യേശു. എനർജറ്റിക് ആയിട്ട് പറഞ്ഞേ യേശു. വായി തുറന്ന് ശക്തിയോടെ പറഞ്ഞേ യേശു. യേശു. യേശു എന്ന നാമത്തിൽ ഒരു ശക്തിയുണ്ട്. വിശ്വസിച്ച നാമത്തെ പറഞ്ഞാൽ ശക്തി വെളിപ്പെടും. കണ്ടുപഠിക്കുവാൻ, അനുസരിക്കുവാൻ പറ്റിയൊരു മാർഗം യേശുവിൻ്റെ വഴി, യേശു എന്ന നാമം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ സൺഡേ സ്കൂളിൽ പഠിച്ചാൽ സ്വഭാവം ചീത്തയാവില്ല, സ്വഭാവം നന്നാകും. നിങ്ങളുടെ കുട്ടികൾ വചനം പഠിച്ചാൽ സ്വഭാവം ചീത്തയാകില്ല, സ്വഭാവം നന്നാകും. ഹല്ലേലൂയ. ഇന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇവിടെ സൺഡേ സ്കൂളിൽ നിന്ന് നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു വിട്ടാലും വീട്ടിൽ പോയിട്ടാണ് കുട്ടികൾ ചീത്തയാവുന്നത്. എവിടെ പോയിട്ടാ ചീത്തയാവുന്നേ? വീട്ടിൽ മാതാപിതാക്കന്മാരുടെ സംസാരം ശരിയല്ലാത്തത് കൊണ്ട്, പെരുമാറ്റം ശരിയല്ലാത്തത് കൊണ്ട്, ഇടപെടൽ ശരിയല്ലാത്തത് കൊണ്ട്, മാതൃക കാണിച്ചു കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങളുടെ സംസാരവും പെരുമാറ്റവും രീതികളും കണ്ട് കുട്ടികളുടെ സ്വഭാവം നശിക്കുകയാണ്. മാനസാന്തരപ്പെടുവേൻ. നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ നോക്കി പറയുവാൻ കഴിയണം, മോനെ മോളെ എന്നെ നോക്കി പഠി, ഞാൻ സംസാരിക്കുന്നത് പോലെ സംസാരിക്കുക, ഞാൻ പെരുമാറുന്നത് പോലെ പെരുമാറ്, ഞാൻ ഇടപെടുന്നത് പോലെ ഇടപെട് എന്ന് നിനക്ക് പറയുവാൻ കഴിയണം. അതാണ് ഒരു ദൈവപുത്രന്റെ പ്രത്യേകത. ഹല്ലേലൂയ. നിങ്ങളുടെ മക്കൾ എങ്ങനെ വേണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതുപോലെ നിങ്ങളിരിക്കെ. ദൈവത്തെ സ്തുതിക്കുന്നത് നിങ്ങളെ കണ്ട് നിങ്ങളുടെ മക്കൾ പഠിക്കട്ടെ. കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത് നിങ്ങളെ കണ്ട് നിങ്ങളുടെ മക്കൾ പഠിക്കട്ടെ. വചനം ധ്യാനിക്കുന്നത് നിങ്ങളെ കണ്ട് നിങ്ങളുടെ മക്കൾ പഠിക്കട്ടെ. ആലയത്തിൽ ഒരു തൂണായി നിൽക്കുന്നത് നിങ്ങളെ കണ്ട് നിങ്ങളുടെ മക്കൾ പഠിക്കട്ടെ. മക്കൾക്കൊരു മാതൃകയുള്ള ഒരു ജീവിതം മാതാവേ പിതാവേ നീ കാണിച്ചു കൊടുക്ക്. ഹല്ലേലൂയ. മക്കൾക്ക് മാതൃക കാണിച്ചു കൊടുക്കുവാൻ, അവർക്ക് നല്ല ട്രെയിനിങ് കൊടുക്കുവാൻ വരും തലമുറയെ ദൈവം നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. അവൻ വൃദ്ധനായാലും അവൻ അത് വിട്ടുമാറില്ല. ദൈവഭയം നിന്നെ കണ്ട് നിന്റെ മക്കൾ പഠിക്കട്ടെ. നല്ല സ്വഭാവ രീതികൾ നിന്നെ കണ്ട് നിന്റെ മക്കൾ പഠിക്കട്ടെ. നല്ല ഗുണപാഠങ്ങൾ നിന്നെ കണ്ട് നിന്റെ മക്കൾ പഠിക്കട്ടെ. മക്കൾക്ക് നല്ലൊരു മാതൃകയായി, നല്ലൊരു വഴികാട്ടിയായി മാതാവേ പിതാവേ എഴുന്നേറ്റ് വാ, എഴുന്നേറ്റ് പ്രകാശിക്കുക. നിന്നിൽ മാതാവ് എന്ന നിലയിൽ നിന്നിൽ ഒരു ദൈവപുത്രൻ പുറത്തു വരട്ടെ. പിതാവ് എന്നുള്ള നിലയിൽ നിന്നിൽ ഒരു ദൈവപുത്രൻ പുറത്തു വരട്ടെ. കൺട്രോളില്ലാതെ ദേഷ്യപ്പെടുന്ന, കൺട്രോളില്ലാതെ ടെൻഷൻ അടിക്കുന്ന ഒരു പിതാവായി മാതാവായി നീ നിൽക്കരുത്. സ്നേഹമുള്ള, സഹിഷ്ണുതയുള്ള, ക്ഷമയുള്ള, പക്വതയുള്ള, ദൈവ കൃപ നിറഞ്ഞ, സ്തുതിയുള്ള, സ്തോത്രമുള്ള ഒരു ദൈവ പൈതലായി നീ വെളിപ്പെടുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രസംഗം കേട്ട് ഇവിടെ ഇട്ടിട്ട് പോകരുത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു, എന്ത് ചെയ്യണം? വചനം എന്ന വിത്ത് എവിടെ വീഴണം? നല്ല നിലത്ത് വീഴണം. പാറപ്പുറത്ത് വീണിട്ട് കാര്യമില്ല. കേൾക്കുമ്പോൾ ഇവിടെ ഇരുന്ന് സ്തോത്രവും ഹല്ലേലൂയ പറയും. കോമ്പൗണ്ട് കഴിഞ്ഞാൽ മൈൻഡിൽ ഒന്നും കാണില്ല. എടുത്തുകൊണ്ട് പോ, ജീവിതത്തിൽ പ്രയോഗിക്കുക. ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാകും. വചനത്തെ ഏറ്റെടുത്താൽ സാത്താൻ ഓടിപ്പോകും. വചനത്തെ ഏറ്റെടുത്താൽ സാത്താനെ നീ ജയിക്കും. വചനത്തെ ഏറ്റെടുത്താൽ ദൈവത്തിന്റെ തേജസ് നിന്റെ മേൽ വരും. വചനത്തെ ഏറ്റെടുത്താൽ ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ മേൽ വരും. വിശ്വാസത്താൽ വചനം ഏറ്റെടുക്കുന്ന ദൈവത്തിന്റെ മക്കൾ ദൈവത്തിന്റെ തേജസ്സിന്മേൽ തേജസ്സായി വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ. ഓക്കെ, യേശു കർത്താവിനും വിശന്നിട്ടുണ്ട്. ഓക്കെ, കർത്താവ് വിശന്നപ്പോൾ ഏത് രീതിയിൽ പ്രതികരിച്ചു എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് വിശന്നാൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വിശന്നാൽ എനിക്ക് ഭ്രാന്താണ്, വിശന്നാൽ എന്നെ പിടിച്ചാൽ കിട്ടില്ല, വിശന്നാൽ എനിക്ക് ഭയങ്കര ദേഷ്യമാണ്, വിശന്നാൽ ആരെ കിട്ടിയാലും ഞാൻ പിടിച്ചു വിഴുങ്ങും. നിങ്ങൾക്ക് വിശന്നാൽ നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കാറ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ, റിവൈൻഡ് ചെയ്ത് നോക്കിയേ. എല്ലാവരോടും ദേഷ്യപ്പെടോ?
അതേ നിരാശപ്പെടും. ചിലർ വിശപ്പ് വരുമ്പോൾ നിരാശപ്പെട്ടിരിക്കും. ഇനി എന്തിനാ ജീവിക്കുന്നേ, വിശപ്പ് വന്നു. ചിലർ ആരെ കിട്ടിയാലും ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കും. ഇതൊന്നും ദൈവപുത്രന്മാർക്ക് യോജിച്ചതല്ല. യേശു എന്ന ദൈവപുത്രൻ വിശന്നപ്പോഴും താൻ വിശപ്പിനെ മാസ്റ്റർ ചെയ്യുവാനുള്ള ഒരു മെച്യൂരിറ്റി ഉള്ള ഒരു ദൈവപുത്രനായി തന്നെ വെളിപ്പെട്ടു. 40 ദിവസം മരുഭൂമിയിൽ ഉപവസിച്ചു. യേശുവിന് വിശന്നു. വിശന്നപ്പോൾ വിശപ്പറിഞ്ഞ സാത്താൻ വരികയാണ്. സാത്താൻ മത്തായി സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം. മത്തായി സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം. അവൻ 40 രാവും 40 പകലും ഉപവസിച്ച ശേഷം അവന് വിശന്നു. അടുത്ത വാക്യം. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു. എപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു? വിശപ്പ് എപ്പ വന്നു? അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു. ദൈവമക്കൾ മനസ്സിലാക്കുക, വിശക്കുന്ന സമയം, ഇതുപോലുള്ള നിങ്ങളുടെ ഹ്യൂമൻ എക്സ്പീരിയൻസസ് ഉണ്ടാകുന്ന സമയങ്ങൾ പരീക്ഷകൻ അടുത്തു വരുന്ന സമയങ്ങളാണ്. ചിലർ വിശപ്പ് വരുമ്പോഴാണ് കൺട്രോൾ തെറ്റുന്നത്. പക്ഷേ കൺട്രോൾ തെറ്റാതെ അവിടെ ജയിക്കുവാനൊരു ടാസ്ക് നിന്റെ മേൽ കർത്താവ് തന്നിട്ടുണ്ട്. യേശുവിന് വിശന്നപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. ആമേൻ ആമേൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ഹല്ലേലൂയ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. വിശന്നു. ചിലർക്ക് വിശപ്പ്, ചിലർക്ക് ദാഹം, ചിലർക്ക് മറ്റെന്തെങ്കിലും അനുഭവം. ചില ആളുകൾക്ക് ചായ കിട്ടേണ്ട സമയത്ത് കിട്ടിയില്ല എങ്കിൽ കൺട്രോൾ തെറ്റും. ആ പർട്ടിക്കുലർ ടൈമിൽ ചായ കിട്ടിയില്ലെങ്കിൽ ചിലർക്ക് ഡിപ്രഷൻ വരും, ചിലർ വിഷമിക്കും, ചിലർ തളർന്നിരിക്കും, ചിലർക്ക് തലവേദന വരും, ചിലർക്ക് കോപം വരും, ചിലർ ടെൻഷൻ അടിക്കും, ചിലർ താറുമാറായി അവിടെ കിടന്ന് ബഹളമുണ്ടാക്കും, വെപ്രാളം കാണിക്കും. അങ്ങനെയുള്ള പ്രശ്നം നിങ്ങൾക്കുണ്ടെങ്കിൽ ചായ ഇന്നത്തോടെ അവസാനിപ്പിക്കണം. ഓക്കെ? എന്താ, ആരോ എന്തോ പറഞ്ഞു? ഓക്കെ, മനസ്സിലായോ? ഈ അനുഭവം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഒരു അഡിക്ഷനിലാണെന്ന് മനസ്സിലാക്കണം. അതില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ലേ? അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്ക് വരരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആഹാരം സമയത്തിന് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. അതാണോ നിങ്ങളുടെ അവസ്ഥ? നീ ദൈവപുത്രനല്ല. ഭ്രാന്ത് പിടിക്കരുത്. അപ്പോഴും ക്ഷമയോടെ, സഹിഷ്ണുതയോടെ, താഴ്മയോടെ, ശാന്തമായി ഇരിക്കുവാൻ നിനക്ക് കഴിയണം. അവിടെയാണ് നിന്നിലുള്ള ദൈവപുത്രൻ വെളിപ്പെട്ടു വരേണ്ടത്. ഹല്ലേലൂയ. വിശന്നാൽ ഭ്രാന്ത് പിടിക്കും, ദാഹിച്ചാൽ ഭ്രാന്ത് പിടിക്കും, സമയത്തിന് ആഹാരം കിട്ടിയില്ലെങ്കിൽ ഭ്രാന്ത് പിടിക്കും, സമയത്തിന് വീട്ടിലെത്താൻ പറ്റിയില്ലെങ്കിൽ ഭ്രാന്ത് പിടിക്കും. ഇത് ദൈവപുത്രന്മാർക്ക് യോജിച്ചതല്ല. സമയത്തിന് ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ ഭ്രാന്ത് പിടിക്കും, ടെൻഷൻ അടിക്കും, വിഷമിക്കും, കോപം വരും. ഇത് ദൈവപുത്രന്മാർക്ക് യോജിച്ചതല്ല. ദൈവപുത്രൻ ഏത് സിറ്റുവേഷനിലും ക്ഷമയോടെ, താഴ്മയോടെ, ശാന്തതയോടെ, സഹിഷ്ണുതയോടുകൂടെ വെളിപ്പെട്ട് വരണം. ഹല്ലേലൂയ. അടുത്തൊരു നോക്കി കഴിച്ചു പറഞ്ഞേ, വിശക്കുമ്പോഴും ദൈവപുത്രൻ വെളിപ്പെടണം, ദാഹിക്കുമ്പോഴും ദൈവപുത്രൻ വെളിപ്പെടണം, ക്ഷീണിക്കുമ്പോഴും ദൈവപുത്രൻ വെളിപ്പെടണം, തളരുമ്പോഴും ദൈവപുത്രൻ വെളിപ്പെടണം, ഉറക്കം വരുമ്പോഴും ദൈവപുത്രൻ വെളിപ്പെടണം. സമയത്തിന് ചായ കിട്ടിയില്ലെങ്കിലും ദൈവപുത്രൻ വെളിപ്പെടണം. ശരി, സമയത്തിന് ചായ കിട്ടിയില്ലെങ്കിൽ സാത്താൻ വെളിപ്പെടരുത്. കോപിക്കുന്ന സാത്താൻ, ടെൻഷൻ അടിക്കുന്ന സാത്താൻ വെളിപ്പെടരുത്. ഏത് സിറ്റുവേഷനിലും അഡാപ്റ്റായി പോകുന്ന ഒരു ദൈവ പൈതലാണ് ദൈവപുത്രൻ. നമുക്ക് എല്ലാവർക്കും അവിടെ നോക്കിയിരിക്കാമോ? ഇവിടെ നോക്കിയിരുന്നു. ഹല്ലേലൂയ. എത്തി നോക്കുകയാണ് ധാരാളം പേര്.
ഞാനിവിടെ പല കാര്യങ്ങൾ വെച്ചേക്കും നിങ്ങളുടെ ശ്രദ്ധ മാറ്റാൻ വേണ്ടി. അതൊരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണ്. എന്തെന്തൊക്കെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിലും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധ മാറാതെ ഇവിടെ തന്നെ നോക്കിയിരിക്കണം. ആർ യു റെഡി? ഞാൻ വെച്ച് നിങ്ങൾ പോയത് ഒന്നിട്ട് ആർ യു റെഡി? നിങ്ങൾ ആണുങ്ങൾ മാത്രമേ ഉള്ളൂ, പെൺകുട്ടികളില്ലേ ഇതൊന്നും പഠിച്ചത്? ഇല്ലേ? ഉണ്ടല്ലേ? അപ്പൊ രണ്ടുപേരും കൂടെ ചേർന്ന് ഒന്നുകൂടെ പറയാം. ഒന്നുകൂടെ ഇരുന്നേ. ആർ യു റെഡി? ആ ശരി, ഓക്കെ ഇരുന്നു. അപ്പോ വിശക്കുമ്പോഴും പിശാച് വെളിപ്പെടരുത്. ആര് വെളിപ്പെടണം? ദൈവപുത്രൻ വെളിപ്പെടണം. വിശക്കുമ്പോഴും കോപിച്ച് ബഹളമുണ്ടാക്കുന്ന പിശാച് നിങ്ങളിൽ വെളിപ്പെടരുത്. ആര് വെളിപ്പെടണം? ദൈവപുത്രൻ വെളിപ്പെടണം. യേശു വിശന്നിരുന്നപ്പോൾ, ഈ സമയത്താണ് മനുഷ്യന്റെ ക്ഷമ നശിക്കുന്നത്. അപ്പോഴാണ് അവന് ടെൻഷൻ കൂടുന്നത്. ഈ വീക്ക്നെസ് സാത്താൻ അറിയാം. അപ്പോൾ സാത്താൻ അടുക്കൽ വന്നു. വചനം അങ്ങനെയാ പറയുന്നേ, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക. നോക്കിക്കേ, യേശു കൽപ്പിച്ചാൽ കല്ല് അപ്പമായി തീരും. അതിനൊരു മാറ്റമില്ല. യേശുവിൽ അങ്ങനെ ഒരു മഹത്വം ഉണ്ട്. പക്ഷേ അത് പറയാൻ പിശാചിന്റെ ആവശ്യം നമുക്കില്ല. എന്ത് ചെയ്യണമെന്നുള്ളത് പറയുവാൻ ആ ദൈവപുത്രൻ അറിയാം. പിശാചിന്റെ അഡ്വൈസ് അവിടെ വേണ്ട. അടുത്ത് പറഞ്ഞ്, പിശാചിന്റെ അഡ്വൈസ് എനിക്ക് വേണ്ട, മതി. പിശാചിന്റെ അഡ്വൈസ് നമുക്ക് വേണ്ട. വിശക്കുമ്പോ സഹിച്ചിരുന്നാലും കുഴപ്പമില്ല, ആ സമയത്ത് പിശാചിന്റെ അഡ്വൈസ് വേണ്ട. അഡ്വൈസ് കൊടുക്കുന്ന പിശാചുക്കൾ ധാരാളമുണ്ട്. ഏതും തോട്ടത്തിലും പിശാച് അഡ്വൈസ് കൊടുക്കാനാ വന്നേ. പിശാചിന്റെ അഡ്വൈസ് കേട്ടതോടുകൂടെ ആദമും ഹവയും താഴെ വീണു. ദൈവകൃപയിൽ ജ്വലിച്ചെഴുന്നേറ്റ് വരുന്ന ദൈവ പൈതലെ, നിന്നെ അഡ്വൈസ് ചെയ്യുവാൻ സാത്താന്മാർ ധാരാളം വരും. ഓരോ അഡ്വൈസിനെയും നീ മോണിറ്റർ ചെയ്യണം. വചനത്തിന്റെ വെളിച്ചത്തിൽ നോക്കി കാണണം. എല്ലാ അഡ്വൈസിനെയും അതേപടി എടുക്കരുത്, എങ്കിൽ ഹവ വീണതുപോലെ വീണുപോകും. എല്ലാ അഡ്വൈസും ദൈവത്തിൽ നിന്നുള്ളതല്ല. കാണാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ലതും എന്ന് കണ്ട ഹവ പഴം തിന്നു, വീണുപോയി. കൃപയിൽ നിന്ന് വീണുപോയി, ദൈവത്തിന്റെ കൽപ്പനയെ ലംഘിച്ചു. നല്ലതെന്ന് തോന്നും, പിന്നാലെ പോകരുത്. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്ക്. ഇത് നല്ലതാണോ മോശമാണോ, വേണോ വേണ്ടയോ എന്ന് പരിശോധിക്ക്. എടുത്തു ചാടരുത്. ക്ഷമയോടെ കാത്തിരിക്കുക. വിശപ്പിനിടയിലും ദാഹത്തിനിടയിലും ഞെരുക്കത്തിനിടയിലും ദാരിദ്ര്യത്തിനിടയിലും സാത്താൻ നിന്നെ പരിശോധിക്കുവാൻ പ്രലോഭനങ്ങളുമായി വരും. അവിടെ എല്ലാം നീ വചനത്താൽ ജയിക്കണം, താഴ്മയാൽ ജയിക്കണം. ആർത്തിയെടുത്ത് വീണുപോകരുത്, ആർത്തി പിടിച്ച് വീണുപോകരുത്. ഹല്ലേലൂയ. യേശു കർത്താവ് ജയിച്ചു. വിശപ്പിൽ നേരിട്ട പരീക്ഷയെ യേശു ജയിച്ചു. നിങ്ങൾക്കും ഇതുപോലുള്ള പരീക്ഷണങ്ങളാണ് ജയിക്കുവാനായി കർത്താവ് മുന്നിൽ വെച്ചിരിക്കുന്നത്. ജയിച്ചില്ല എങ്കിൽ സാത്താൻ അലറുന്ന സിംഹം പോലെ നിങ്ങളെ തന്നെ ചുറ്റി നടക്കും. വിട്ടോടിപ്പോകില്ല. വിട്ടോടിപ്പോയി ദൈവദൂതന്മാർ വരണമോ? ജയിക്ക്. ക്ഷമയാൽ ജയിക്ക്, സ്നേഹത്താൽ ജയിക്ക്, താഴ്മയാൽ ജയിക്ക്, അനുസരണയാൽ ജയിക്ക്. ഹല്ലേലൂയ. ഓക്കെ, യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം 6-ാം വാക്യം. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം 6-ാം വാക്യം. ഒരു ദൈവപുത്രന്റെ ക്വാളിറ്റി നമുക്ക് അവിടെ കാണാം. യേശു നല്ല രീതിയിൽ ക്ഷീണിച്ചു, വെള്ളം ദാഹിക്കുന്നു. 7-ാം വാക്യത്തിൽ ആ സമയത്ത് ഒരു ശമരിയക്കാരി സ്ത്രീ വെള്ളം കോരുവാൻ വന്നു. യേശു എങ്ങനെയാണ് വെള്ളം ചോദിക്കുന്നത് നോക്കിയേ. എനിക്ക് കുടിപ്പാൻ തരുമോ? ദൈവപുത്രനാണ്, അധികാരമുണ്ട്, സർവ്വലോകത്തിന്റെയും സൃഷ്ടാവാണ്, മനുഷ്യവേഷത്തിൽ നിൽക്കുന്നു. ആ സൃഷ്ടിയോട് ചോദിക്കുകയാണ്, എനിക്ക് കുടിപ്പാൻ തരുമോ? അധികാരത്തോടെ കൽപ്പിച്ചോ, താഴ്മയോടെ റിക്വസ്റ്റ് ചെയ്തോ? ചില വിശ്വാസികൾക്ക് താഴ്മയോടെ റിക്വസ്റ്റ് ചെയ്യാൻ അറിയില്ല. എല്ലായിടത്തും കമാൻഡ് ചെയ്യാൻ മാത്രമേ അറിയാവൂ. കമാൻഡ് ചെയ്യാൻ മാത്രം അറിയാമെന്നുള്ളവർ ഒന്ന് കൈവർത്തിക്കേ. റിക്വസ്റ്റ് ചെയ്യാൻ അറിയാമെന്നുള്ളവർ കൈവർത്തിക്കേ. ബാക്കിയുള്ളവർ പഠിക്കണം കേട്ടോ. റിക്വസ്റ്റ് ചെയ്യാൻ, താഴ്മയോടെ ഒരു കാര്യം ചോദിക്കാൻ പഠിക്കണം. ഓക്കെ. ഇസ്രായേൽ മക്കൾ അവർക്ക് ബുദ്ധിമുട്ട് വന്നപ്പോൾ താഴ്മയോടെ ചോദിക്കാൻ അവർക്ക് അറിയില്ല. അവരുടെ സ്വഭാവം എന്തെന്നറിയാമോ? വെള്ളം കുടിക്കാനില്ല, അവിടെ ഇരുന്ന് മുറുമുറുപ്പോട് മുറുമുറുപ്പ്, പിറുപിറുപ്പോട് പിറുപിറുപ്പ്.
വെള്ളമില്ലാതിരിക്കുമ്പോൾ തന്നെ ചെങ്കടൽ പിളർത്തി ദൈവം കൊണ്ടുവന്നു എന്നുള്ളതിനെ മറന്നുപോയിട്ട് അവർ പറയും, ഈ മരുഭൂമി ഞങ്ങളെ കൊല്ലുവാനായിട്ട് ഈ മോശ കൊണ്ടുവന്നിരിക്കുകയാണ്. ഞങ്ങൾ അവിടെ വെള്ളരിക്കയും മത്തങ്ങയും എല്ലാം കഴിച്ച് സുഖമായി കിടന്നതാണ്, ഞങ്ങളെ ഈ മരുഭൂമിയിൽ ചത്തുപോകാനായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് എന്ന് മുറുമുറുത്തു തുടങ്ങും. മുറുമുറുക്കുന്ന ലോക മനുഷ്യനായി നീ ഇരിക്കരുത്. പ്രതികൂലങ്ങളുടെ മധ്യത്തിലും ഇല്ലായ്മയുടെ മധ്യത്തിലും ഞെരുക്കത്തിന്റെ മധ്യത്തിലും വേദനയുടെ മധ്യത്തിലും സ്തുതിക്കുന്ന, നന്ദിയുള്ള, സ്തോത്രം ചെയ്യുന്ന, സ്നേഹിക്കുന്ന, താഴുന്ന ഒരു ദൈവ പൈതലായി, ദൈവപുത്രനായി നീ വെളിപ്പെട്ടു വരണം. ഹല്ലേലൂയ. ഇല്ലായ്മയുടെ മധ്യത്തിലായിരിക്കും, ഞെരുക്കത്തിന്റെ മധ്യത്തിലായിരിക്കും, നീ ഒരു ആവശ്യത്തിലിരിക്കുമ്പോഴായിരിക്കും സാത്താൻ നിന്നെ പരീക്ഷിക്കാൻ വരുന്നത്. വീണു പോകരുത്. അവിടെയും നിനക്കൊരു നീതിയുണ്ട്, ഒരു ന്യായമുണ്ട്. ദൈവം നിനക്ക് ഉള്ളിൽ തന്നിരിക്കുന്ന ഒരു സത്യമുണ്ട്, ഒരു ദൈവ സ്നേഹമുണ്ട്. അതിൽ തന്നെ നീ ദൈവവേദനയിൽ നീ നിൽക്കണം. ഹല്ലേലൂയ. യാചിക്കുന്ന യേശു വെള്ളം തരുമോ? ഓക്കെ, നേരെ സംസാരിക്കാൻ അറിയാത്ത ആളുകളുണ്ട്. കർത്താവിനെ കണ്ടുപഠിക്കണം. എങ്ങനെ? കർത്താവിനെ കണ്ടുപഠിക്കണം. സൗമ്യതയോടെ സംസാരിക്കുവാൻ, ശാന്തതയോടെ സംസാരിക്കുവാൻ അറിഞ്ഞൂടാത്ത ആളുകളുണ്ട്. ആരെ കണ്ടുപഠിക്കണം? യേശുവിനെ കണ്ടുപഠിക്കണം. ആരെ കണ്ടുപഠിക്കണം? താഴ്മയോടെ സംസാരിക്കാൻ പഠിക്കുക, വിട്ടുകൊടുക്കാൻ പഠിക്കുക. ഹല്ലേലൂയ. ക്ഷമിക്കാൻ പഠിക്കുക. റൂൾ ചെയ്ത് മാത്രമേ സംസാരിക്കാൻ എനിക്കറിയാവൂ, ഇല്ല, നീ ദൈവപുത്രനല്ല. കമാൻഡ് ചെയ്യാൻ മാത്രമേ എനിക്കറിയാവൂ, നീ ദൈവപുത്രനല്ല. സഹകരിച്ചു പോകാൻ എനിക്കറിയില്ല, നീ ദൈവപുത്രനല്ല. ഒരു ടീമിൽ യോജിച്ചു പോകുവാൻ എനിക്കറിയില്ല, നീ ദൈവപുത്രനല്ല. ദൈവപുത്രനാണെങ്കിൽ നീ എവിടെയും യോജിക്കും, നീ എവിടെയും സഹകരിക്കും. റെയിൽവേ പ്ലാറ്റ്ഫോമിൽ കിടന്നുറങ്ങാൻ പറഞ്ഞാലും നീ ഉറങ്ങും. റോഡ് സൈഡിൽ കിടന്നുറങ്ങാൻ പറഞ്ഞാലും നീ ഉറങ്ങും. ദൈവപുത്രനല്ലെങ്കിൽ ഇല്ലായ്മകളിൽ, ഞെരുക്കങ്ങളിൽ നീ കാലും കൈയിട്ട് അടിക്കും, വെപ്രാളം കാണിക്കും, അസ്വസ്ഥത കാണിക്കും. ദൈവപുത്രനാണോ? ഈ ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങൾ, ഇല്ലായ്മകൾ, ഞെരുക്കങ്ങൾ അത് നിന്നെ ബാധിക്കില്ല. അവിടെയും നീ സ്തോത്രം പറയും, അവിടെയും നീ നന്ദി പറയും, അവിടെയും നീ ദൈവത്തെ സ്തുതിക്കും, അവിടെയും നീ കർത്താവിനെ മഹത്വപ്പെടുത്തും, അവിടെയും നീ ആരാധിക്കും. ഹല്ലേലൂയ. ദൈവപുത്രൻ വെളിപ്പെട്ടു വരട്ടെ. വിശപ്പിനിടയിലും ദൈവപുത്രൻ വെളിപ്പെട്ടു വരട്ടെ. ദാഹത്തിനിടയിലും ദൈവപുത്രൻ വെളിപ്പെട്ടു വരട്ടെ. ക്ഷീണിക്കുമ്പോഴും ദൈവപുത്രൻ വെളിപ്പെട്ടു വരട്ടെ. ഇല്ലായ്മയിലും ദൈവപുത്രൻ വെളിപ്പെട്ടു വരട്ടെ. നല്ല ഭവനമില്ലേ? ദൈവപുത്രൻ വെളിപ്പെട്ടു വരട്ടെ. ആവശ്യത്തിന് പൈസയില്ലേ? ദൈവപുത്രൻ വെളിപ്പെട്ടു വരട്ടെ. നെഗറ്റീവായി റിയാക്ട് ചെയ്യുന്ന ഒരു ലോക മനുഷ്യനല്ല നിന്നിൽ വെളിപ്പെടേണ്ടത്. ഏതൊരു സിറ്റുവേഷനിലും, ഞെരുക്കത്തിലും, ഇല്ലായ്മയിലും, ദാരിദ്ര്യത്തിലും, വിശപ്പിലും, ദാഹത്തിലും, ക്ഷീണത്തിലും സ്നേഹമുള്ള, ക്ഷമയുള്ള, താഴ്മയുള്ള, ആമേൻ, ഒരു സ്നേഹമുള്ള ദൈവപുത്രൻ നിന്നിൽ നിന്ന് പുറത്തു വരട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓക്കെ, ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ ജീവിതത്തിലുള്ള ഒരു സംഭവം മർക്കോസ് സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 38-ാം വാക്യത്തിൽ യേശുവും ശിഷ്യന്മാരും പടകിൽ യാത്ര ചെയ്തു കൊണ്ടുപോവുകയാണ്. യേശു അതിനിടയിൽ കർത്താവ് ഉറങ്ങുകയാണ്. ഓക്കെ, 4:39 യേശു കർത്താവ് കാറ്റിനെ ശാസിച്ചു. കർത്താവ് എന്താ പറയുന്നത്? അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് ആരോടാ പറയുന്നേ? കാറ്റിനോട്. ആരോടാ പറയുന്നേ? കാറ്റിനോട്. കാറ്റിനോട് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ കാറ്റ് അനുസരിക്കോ? ഗിവ് മീ ആൻ ആൻസർ. അനുസരിക്കോ? അനുസരിക്കില്ലേ? അനുസരിക്കില്ല. ദൈവപുത്രൻ അല്ലെങ്കിൽ അനുസരിക്കില്ല. ദൈവപുത്രനാണെങ്കിൽ അനുസരിക്കും. മഴ പെയ്യാൻ പറഞ്ഞാൽ ദൈവപുത്രൻ പറഞ്ഞാൽ മഴ പെയ്യും. മഴ നിർത്താൻ ദൈവപുത്രൻ പറഞ്ഞാൽ മഴ നിൽക്കും. നിങ്ങൾ എവിടെയാണ്? ദൈവപുത്രനാണോ? ദൈവപുത്രനല്ലേ? പക്ഷെ ഇതിനെ മിസ്യൂസ് ചെയ്യരുത്. 2 ദൈവപുത്രന്മാർ ഒരേ നാട്ടിൽ നിന്നിട്ട് ഒരു ദൈവപുത്രൻ അതേ സമയം പറഞ്ഞു മഴ പെയ്യട്ടെ, മറ്റൊരു ദൈവപുത്രൻ പറഞ്ഞു മഴ പെയ്യാതിരിക്കട്ടെ. ഇങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാക്കരുത്. പീസായിട്ട് ഓരോ കോമ്പൗണ്ടിൽ മഴ പെയ്യിപ്പിക്കാനുള്ള സിറ്റുവേഷൻ വെക്കരുത്. ഇപ്പോൾ പല സ്ഥലങ്ങളിലും പീസായിട്ട് മഴ പെയ്യുന്നുണ്ട്. പാറശാലയിലുള്ള ഓരോ വാർഡിൽ മഴയുണ്ട്, അടുത്ത വാർഡിൽ മഴയില്ല. എന്താ റീസൺ? ദൈവപുത്രന്മാർ എഴുന്നേൽക്കുകയാണ്. ഒരു വാർഡിൽ നിന്ന് ഒരു ദൈവപുത്രൻ പറയും മഴ പെയ്യട്ടെ, അവിടെ മഴ പെയ്യും. അടുത്ത വാർഡിലെ ദൈവപുത്രൻ പറയും തുണി ഉണങ്ങാനിട്ടിരിക്കുന്നു, ഇന്ന് മഴ പെയ്യണ്ട, അവിടെ മഴ പെയ്യില്ല. എന്തുകൊണ്ടാണ് ഈ പുതിയ പ്രതിഭാസം? പീസായി മഴ പെയ്യുന്നു. എന്തുകൊണ്ടാണ് ഈ പുതിയ പ്രതിഭാസം?
പാറശാലയിൽ ദൈവപുത്രന്മാർ എഴുന്നേറ്റു. തേങ്ങ ഉണങ്ങാനിട്ടിരിക്കുന്നു, ഇന്നും മഴ പെയ്യണ്ട. തൊട്ടടുത്ത കോമ്പൗണ്ടിലെ ദൈവപുത്രൻ പറയും, എനിക്ക് നല്ല മഴ വേണം, ചൂടെടുക്കുന്നു, മഴ വേണം. അപ്പുറത്ത് മഴ പെയ്യും, ഇപ്പുറത്ത് മഴ പെയ്യില്ല. ദൈവപുത്രന്മാർ എഴുന്നേൽക്കുകയാണ്. വിശ്വാസമുണ്ടോ? എത്ര പേർ വിശ്വസിക്കുന്നു? ദൈവപുത്രൻ പറഞ്ഞാൽ മഴ പെയ്യും. ദൈവപുത്രൻ കാറ്റിനോട് പറഞ്ഞാൽ അനുസരിക്കും. ദൈവപുത്രന്റെ വാക്കിൽ ഒരു അധികാരം വെളിപ്പെടും. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അവരുടെ വാക്കിൽ പ്രവർത്തിക്കുവാൻ സൃഷ്ടി കാത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. ക്ലൈമറ്റ് കൂളാകണം. ദൈവപുത്രൻ പറഞ്ഞാൽ കൂളാകോ? കൂളാകില്ലേ? എന്നാൽ ദൈവപുത്രന്മാർക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. എല്ലാവരും ചൂടെടുത്തിരിക്കുമ്പോഴും ദൈവപുത്രന്മാർക്ക് ചിലപ്പോൾ ചൂടറിയാൻ പറ്റില്ല. എനിക്കറിയാൻ പറ്റില്ല. എല്ലാവരും ചൂടെടുത്ത് അസ്വസ്ഥപ്പെട്ടിരിക്കുമ്പോൾ അവർ പറയുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇപ്പോൾ ചൂടാണെന്ന്. ഓക്കെ, അപ്പോൾ ഈ സിറ്റുവേഷനിൽ ദൈവം തൻ്റെ മക്കളെ സ്പെഷ്യലായി വെക്കും. നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ഇത് നമുക്കുള്ളതല്ല. അതേ വിശക്കുന്നോ? ഇല്ലല്ലോ. ഒരു സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. യേശുവിനെ നോക്കൂ. യേശു കാറ്റിനെ ശാസിച്ചു. അതേ യേശു വെപ്രാളം കാണിച്ചോ? കാറ്റടിച്ചപ്പോ പടകിൽ പോകുന്നു, കാറ്റടിക്കുന്നു, തിരമാല അടിക്കുന്നു. നിങ്ങളാണെങ്കിൽ വെപ്രാളം കാണിക്കോ? ശാന്തമായിരിക്കോ? പറഞ്ഞേ. എന്ത് കാണിക്കും? വെപ്രാളം കാണിക്കും. എന്തുകൊണ്ടാ? ദൈവപുത്രനല്ല, ലോക മനുഷ്യനാണ്. എന്നാൽ ദൈവപുത്രനായി വരുമ്പോൾ എന്ത് സംഭവിക്കും? കേട്ടില്ല? ശാന്തമായിരിക്കും. കാറ്റിനെ ശാസിച്ചില്ലെങ്കിലും ശാന്തമായിരിക്കും. ശാസിക്കണമെങ്കിൽ ശാസിക്കാം. ശാന്തമായിരുന്നിട്ട് പറയും, എല്ലാം നന്മയ്ക്കായി സ്വർഗതാതൻ ചെയ്തിടുന്നു, എല്ലാം നന്മയ്ക്കായി സ്വർഗതാതൻ ചെയ്തിടുന്നു. എന്തോന്നെല്ലാം? കാറ്റടിച്ച് കപ്പൽ മറിഞ്ഞ് വെള്ളത്തിൽ പോകുന്ന കാര്യമാണോ ഉദ്ദേശിക്കുന്നേ? അങ്ങനെ ആയാലും അവർക്ക് കുഴപ്പമില്ല. പക്ഷേ ദൈവത്തിന്റെ പ്രവൃത്തി ദൈവപുത്രന്മാർക്കായി വെളിപ്പെടും. പ്രകൃതിയുടെ മേലൊരു അധികാരം ദൈവപുത്രന്മാർക്കുണ്ട്. ദൈവപുത്രന്മാർ ഉള്ള സ്ഥലത്ത് ദൈവദൂതന്മാരുടെ കാവലും പരിപാലനവും അവിടെ ഉണ്ടാകും. വിശ്വസിപ്പിൻ, ഈ നാളുകളിൽ അത് സംഭവിക്കട്ടെ. ദൈവം തന്റെ മക്കൾക്കായി ദൂതന്മാരെ ഇറക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ദൈവമക്കൾ വന്നിരിക്കുന്നത്. കൃപയുടെ കാലം കഴിഞ്ഞു പോകുന്നു, ന്യായവിധിയുടെ കാലം ഉണ്ടാകുന്നു. ദൈവപുത്രന്മാരുടെ വാഴ്ചയുടെ ഒരു കാലഘട്ടത്തിലേക്ക് സഭ കയറി വരികയാണ്. ഭൂമിയിൽ ദൈവപുത്രന്മാർ പെരുകുവാൻ സൃഷ്ടികൾ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ദൈവപുത്രനായി വെളിപ്പെട്ട് വരുവൻ, ദൈവപുത്രനായി എഴുന്നേറ്റ് വരുവൻ. ദൈവത്തിന്റെ ശക്തിയും അഭിഷേകവും ക്വാളിറ്റിയുമുള്ള ദൈവപുത്രനായി ദൈവപുത്രനെ എഴുന്നേറ്റ് വാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. യേശു വെപ്രാളപ്പെട്ടില്ല. കൂടെയുള്ള ശിഷ്യന്മാർ വെപ്രാളപ്പെട്ടു. യേശു എന്ത് ചെയ്തില്ല? വെപ്രാളപ്പെട്ടില്ല. അപ്പോൾ ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ അവിടെ പാനിക് ആകരുത്. അവിടെ ക്വയറ്റായി, കാമായി, ശാന്തമായിരിക്കുവാൻ ദൈവപുത്രന്മാർക്ക് കഴിയും. ഹല്ലേലൂയ. യേശു കർത്താവ് 4:40 അടുത്ത വാക്യത്തിൽ എന്ത് പറയും നോക്കിക്കേ. എന്ത് പറയും നോക്കിക്കേ. നിങ്ങളിങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? ദൈവപുത്രന്മാർ ഭീരുക്കളാകില്ല, കലങ്ങില്ല, കൈയും കാലോട്ട് അടിക്കില്ല, വെപ്രാളം കാണിക്കില്ല, നിലവിളിക്കില്ല. നിങ്ങൾക്കിപ്പോഴും വിശ്വാസമില്ലയോ? ഫെയ്ത്ത് വേണം, വിശ്വാസം വേണം, ധൈര്യം വേണം. കർത്താവിനോട് കണക്റ്റഡ് ആയിരിക്കുന്ന ദൈവമക്കൾ കലങ്ങി കൈയും കാലോട്ട് അടിക്കേണ്ടവരല്ല, വെപ്രാളം കാണിക്കേണ്ടവരല്ല, പാനിക് ആകേണ്ടവരല്ല. ക്വയറ്റായി, ശാന്തമായിരുന്ന് ദൈവപ്രവൃത്തിക്കായി കാത്തിരിക്കേണ്ടവരാണ് ദൈവത്തിന്റെ മക്കൾ. ഏതൊരു സിറ്റുവേഷനിലും, ബോട്ട് മുങ്ങുവാൻ പോകുന്നു എന്നൊരു സിറ്റുവേഷനിലും ശാന്തമായി കർത്താവിന്റെ കരങ്ങളിൽ കൊടുത്ത് സൗമ്യതയോടെ കാത്തിരിക്കുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. കൈയും കാലും ഇട്ടടിച്ച് വെപ്രാളം കാണിക്കുന്ന, നിലവിളിക്കുന്ന ഒരവസ്ഥയല്ല ദൈവപുത്രന്മാരുടെ അവസ്ഥ. നിലവിളിക്കേണ്ട, കാത്തിരിക്കുക. വഴി തുറക്കും, വാതിൽ തുറക്കും. ലോക മനുഷ്യൻ പൈസ കുറയുമ്പോൾ നിലവിളിക്കും, കരയും, സങ്കടപ്പെടും, ദുഃഖിക്കും. ഒരു ദൈവപുത്രൻ അവൻ ക്വയറ്റായിരിക്കും. കാക്ക വരും. കെരീത്ത് തോട്ടിന്റെ അരികിൽ ഏലിയാവിന് വേണ്ടി കാക്ക വന്നതുപോലെ കാക്കയെ ദൈവം കൊണ്ടുവരും. ഹല്ലേലൂയ. അപ്പവും ഇറച്ചിയും കൊണ്ടുവരും. വിശ്വസിക്കുന്നോ? ഹല്ലേലൂയ.
കൈയും കാലോട്ട് അടിക്കണോ? ഇല്ലായ്മയുടെ ഇടയിൽ കൈയും കാലോട്ട് അടിക്കണോ? വെപ്രാളപ്പെടണോ? കരയണോ? സങ്കടപ്പെടണോ? ലോക മനുഷ്യൻ അത് വേണം, ദൈവപുത്രൻ അത് വേണ്ട. ദൈവപുത്രനായി വെളിപ്പെട്ടു വാ. പൈസ കുറയുമ്പോൾ കരയണ്ട, പൈസ കുറയുമ്പോൾ കൈയും കാലോട്ട് അടിക്കേണ്ട. നടത്തുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. ബലപ്പെടുത്തുന്ന ഒരു കർത്താവുണ്ട്. ജയം തരുന്ന ഒരു കർത്താവുണ്ട്. എവിടെ പോയി ആ വിശ്വാസം? ആ വിശ്വാസം ഉള്ളിൽ വരട്ടെ. ഹല്ലേലൂയ. യേശു കർത്താവ് പറയണേ, എന്നെ കണ്ടുപഠിക്കുക. കർത്താവ് ജീവിച്ച് കാണിച്ചു തന്നു. യേശുവിനെ കണ്ടുപഠിക്കാം. ഹല്ലേലൂയ. ഞാനും പറയാം, എന്നെ കണ്ടുപഠിക്കുന്ന വേണമെങ്കിൽ ഞാനും പറയാം. ഓക്കെ, നിങ്ങൾക്കും പറയാൻ കാരണം എന്നെ കണ്ടുപഠിക്കുക എന്ന് പറയുന്ന ലെവലിൽ ഒരു ദൈവപുത്രനായി എഴുന്നേറ്റ് വാ. അതിനായി കർത്താവ് നമ്മെ വിളിക്കുന്നു. എഴുന്നേറ്റ് നിൽക്കാം.